കേരളത്തിലെ ബൈക്ക് റൈഡിംഗ് കൾച്ചറിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഡ്രൈവിംഗ് രീതികൾ, ടെറൈൻസ്, ഇപ്പോൾ ഓഫ് റോഡിങ് പോലുള്ള പുതിയ ടെറൈൻസ്, അതോടൊപ്പം കമ്മ്യൂണിറ്റീസ്, അതിനെ പഠിക്കുന്ന രീതിയിൽ ആൾക്കാർക്കുണ്ടാകുന്ന മാറ്റം. അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അതോടൊപ്പം പുതിയ തരത്തിലുള്ള വാഹനങ്ങൾ വരുന്നു. മൊത്തത്തിൽ ആ കൾച്ചറും കമ്മ്യൂണിറ്റിയും വളരുകയാണ്. അതിൻ്റെ ആ വളർച്ചയുടെ ഒരു ഫേസാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. യാസിൻ മുഹമ്മദ്, ട്രാവലർ, റൈഡർ, ഓഫ് റോഡർ. വെൽക്കം ടു ഫുള്ളി ചാർജ്ഡ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര രീതിയിലുള്ളൊരു മാറ്റമുണ്ട്. ആളുകൾ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നു. ഒന്നാമത് സീരിയസ് ആയിട്ടുള്ള റൈഡേഴ്സ് നമുക്ക് എമേർജ്ഡ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ വരുന്നു, കമ്മ്യൂണിറ്റീസ് വരുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ്? പണ്ട് മുതലുള്ള റൈഡിങ് കൾച്ചർ വെച്ച് നോക്കുമ്പം ഇപ്പം നല്ല രീതിയിൽ പറഞ്ഞ മാറ്റങ്ങളുണ്ട്. പണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ റൈഡ് പോകുന്നത് കുറച്ച് കുറവായിരുന്നു. ഒരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാറിലേക്കാവുക, അല്ലെങ്കിൽ ഒരു 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിലേക്കാവുക. പക്ഷേ ഇപ്പോഴും 50s-ലും 60s-ലും മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുന്ന പല റൈഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു 10 കൊല്ലത്തെ ട്രാൻസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾസ് അല്ല ഇപ്പോൾ റൈറ്റ് നൗ അവൈലബിൾ ആയിട്ടുള്ളത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂട്ടിംഗ് സെഗ്മെൻറ്റിനുള്ള മോട്ടോർ സൈക്കിൾസ്, മേ ബി ഇന്ത്യയിൽ കമ്മ്യൂട്ടിംഗ് സെഗ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കേരളത്തിൽ കമ്മ്യൂട്ടിംഗ് സെഗ്മെൻറ്റിൽ ആൾക്കാർ ബൈക്ക് എടുക്കുന്നതൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് വരെ, ഒരു 5 years 6 years മുമ്പ് വരെ സ്പോർട്സ് മോട്ടോർ സൈക്കിൾസ്, RC, R15 അങ്ങനത്തെ കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിൾസിന് ഭയങ്കര ഒരു ഡിമാൻഡായിരുന്നു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ വേണം, ചീറിപ്പാഞ്ഞ് പോകണം. ഹയാബുസ ആയിരുന്നു ഐഡിയൽ. ചീറിപ്പാഞ്ഞ് പോകണം. R15 ഒക്കെ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോകണം. കോളേജിൽ അത്രയും ഒരു ഫെയറിംഗ് ഉള്ള മോട്ടോർ സൈക്കിൾ വേണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം യൂത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അഗ്രസീവ് മോഡ് ഓഫ് റൈഡിങ് വേണം. വണ്ടി, ഒരു ബൈക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോവുക, ഷോ ഓഫ് ചെയ്യുക, കുറേ ഫോട്ടോസ് എടുക്കുക, ആ ഒരു മൂഡായിരുന്നു. ആ ഒരു മൂഡിൽ നിന്ന് ഒരു ലാസ്റ്റ് ഒരു 4 yearsൽ നല്ലൊരു ട്രാൻസിഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു കമ്മ്യൂട്ടിംഗ് സെഗ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് മോട്ടോർ സൈക്കിൾസൊക്കെ വിട്ടിട്ട് ആൾക്കാർ കുറച്ചും കൂടെ ഡുവൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾസിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് നൗ സ്ക്രാംബ്ലേഴ്സിലേക്കും വരുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനിൽ ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രാംബ്ലേഴ്സാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ്. നമുക്കിപ്പോൾ റോഡിൽ പോകാനാണെങ്കിലും ഓഫ് റോഡ് പോകാനാണെങ്കിലും, പിന്നെ വേറൊരു സെഗ്മെൻറ്റ് തന്നെയാണ് ഓഫ് റോഡും. അതിനും ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ റൈഡേഴ്സ് അതിൻ്റെ പുറകിൽ വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി എ ഗുഡ് തിങ്. പഴയതുപോലെ റാഷ് ഡ്രൈവിംഗ് ഒക്കെ ജനറേഷൻ ഇപ്പം ഒരു 12th കഴിഞ്ഞ് ഒരാൾക്കൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകാമെന്നേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യുക, വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുക, ദ ആർട്ട് ഓഫ് മോട്ടോർ സൈക്ലിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഗ്രോത്ത്, അത് നല്ലൊരു കാര്യം തന്നെ. ത്രില്ലിൽ നിന്ന് എക്സ്പ്ലോറിംഗിലേക്ക് മാറും. മറ്റേ ത്രില്ലായിരുന്നു, സ്പീഡ് ത്രിൽ. അതെ. പണ്ട് വണ്ടി എടുക്കുക, ഓവർടേക്ക് ചെയ്യുക, ആ വണ്ടിക്കാണോ ഈ വണ്ടിക്കാണോ പവർ നോക്കുക, റോഡിൽ കിടന്ന് റേസ് ചെയ്യുക, അത് തന്നെ ആയിരുന്നെങ്കിൽ ഇപ്പം ആൾക്കാർക്ക് വണ്ടി എടുക്കുക, ഓഫ് റോഡ് പോകാന്നുള്ളതുണ്ട്. ഓഫ് റോഡിൽ അഡ്രിനാലിൻ റഷ് കാണിക്കുന്ന കുറേ നല്ല റൈഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന റൈഡേഴ്സ് ഉണ്ട്. പണ്ട് നമ്മൾ മറ്റേ പെട്ടിയും ബോക്സും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മീൻ വണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് വണ്ടികൾ പെട്ടിയും ബോക്സും ഒക്കെ വെച്ചിട്ട് ടൂർ ചെയ്ത് നല്ല പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ജാക്കറ്റ്സോ റൈഡിങ് ഗിയേഴ്സോ ഹെൽമെറ്റ്സൊക്കെ മാൻഡേറ്ററി ആയിട്ട് പോലും അങ്ങനെ ഹെൽമെറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നവരില്ല. പക്ഷേ ഇപ്പം ആൾക്കാർ കുറച്ചും കൂടെ ഭംഗിയുള്ള ഹെൽമെറ്റ്, സേഫ്റ്റിയുള്ള ജാക്കറ്റ്, ഗിയേഴ്സ്, ബൂട്ട്, അതെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് റൈഡ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ദർ ഇസ് ഒരു ചെറിയ പാർട്ട് ഇപ്പോഴും പഴയതിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും കുറേയൊക്കെ ഇപ്പോൾ ബൈക്ക് റൈഡിങ് കൾച്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് നല്ലൊരു രീതിയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് ബോക്സർ സിറ്റിയിലാണ്. അവിടെ നിന്നാണ് നമ്മൾ യൂണിക്കോണിലായിട്ടാണ് രണ്ടാമത് ഞാൻ ശരിക്കും തെളിയുന്ന യൂണിക്കോണിലാണ്. പക്ഷേ അപ്പോൾ തന്നെ നമ്മളോട് ആൾക്കാർ പറയും, എടാ 100cc ഓടിച്ചിട്ട് 150 ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പവർ കൂടുതലാണ്. ആ സമയത്ത് നമുക്ക് 2010s അറൗണ്ട് 10s ഞാൻ പറയുന്നത്. അപ്പം ആ സമയത്ത് നമ്മുടെ ഉള്ള പവർഫുൾ വണ്ടികൾ എന്ന് പറയുന്നത് പൾസർ 180, 220, 200 പരിപാടികൾ. അതെ. പിന്നെ കരിസ്മ, പഴയ CB സെഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളത്. പക്ഷേ ആ ഗ്യാപ്പ് ഭയങ്കരമായിരുന്നു. ഒരു 100cc വണ്ടിയിൽ നിന്ന് ഒരു 200ലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മളുള്ള പെർസെപ്ഷൻ, ഓക്കെ ദിസ് ഇസ് എ വെരി പവർഫുൾ വെഹിക്കിൾ, യു ഷുഡ് ബി വെരി കെയർഫുൾ ടു ഫസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ. കം ടു റൈറ്റ് നൗ, ഇപ്പോൾ നമുക്കൊരു 120cc ഷൈൻ ഉണ്ട്, അതോടൊപ്പം ഒരു 650cc ബുള്ളറ്റ് ഉണ്ട്, അതായത് ഇൻ്റർസെപ്റ്റർ ഉണ്ട്. അപ്പം ഇതിൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട്, ഒരു 600cc തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരു 15 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ZX10R സ്റ്റാർട്ട് ചെയ്തൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി പൈലറ്റാണ്. പുള്ളി ആദ്യം വാങ്ങിച്ച വണ്ടി ZX10R പുള്ളി ഓടിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തെ അത് നല്ലതാണോ? അത് എങ്ങനെ വരാനാണ് യാസിൻ തോന്നുന്നത്? ആൾക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ വരണോ? അതോ വാട്ട് യു തിങ്ക്? അതെങ്ങനെയാണ് ഒരു ഐഡിയൽ വേണം? അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ.
പ്രോസസ്സ് ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ എവറി പേഴ്സണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. മെച്യൂരിറ്റി ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ റൈറ്റ് നമ്മുടെ പണ്ടത്തെ മോട്ടോർ സൈക്കിൾ പോലത്തെ മോട്ടോർ സൈക്കിൾസ് അല്ല ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾസ്. ഇപ്പം ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ABS ഉണ്ട്, സേഫ്റ്റി സൈഡിൽ കുറേ കാര്യങ്ങൾ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഒരുവിധം നോർമലായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് എന്നല്ല ഞാൻ പറയുന്നത്, ഒന്ന് ഒരു അവയർനെസ് ഉള്ള രീതിയിൽ എനിക്ക് അത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. സ്വന്തം കഴിവ് മനസ്സിലാക്കിയിട്ട് ഓടിക്കുവാണെങ്കിൽ ഒരു 300cc ആദ്യമേ പോകുന്നതിൽ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. 650cc ഞാൻ പറയൂല, 300cc ഇപ്പോൾ 300cc പല മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. അപ്പം അതിന് അത്യാവശ്യം നല്ല ബ്രേക്സ് ഉണ്ട്, ABS ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ABS ഇല്ല. നമ്മൾ പാനിക്കായിട്ട് ബാക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കിഡായിട്ട് വീഴുന്ന സിറ്റുവേഷനും കോർണർ ചെയ്യുന്ന സമയത്ത് മര്യാദയ്ക്ക് കോർണർ ചെയ്തില്ലെങ്കിൽ വീഴുന്ന സിറ്റുവേഷനും വെള്ളത്തിലൂടെ അടിക്കുമ്പോൾ ആ തെന്നലും അതൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇലക്ട്രോണിക്സ് വഴി കുറേ രീതിയിൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റെസ്പോൺസിബിളായിട്ട് ഓടിക്കുവാണെങ്കിൽ 300cc നിങ്ങൾ ഫസ്റ്റ് മോട്ടോർ സൈക്കിളായിട്ട് എടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ മോട്ടോർ സൈക്കിളിൽ നിന്ന് നമ്മൾ റൈഡ് ചെയ്ത് അതിൻ്റെ ആർട്ട് ഓഫ് റൈഡിങ് മനസ്സിലാക്കി എങ്ങനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാം, ഏത് സ്പീഡിൽ പോവാം, കുറച്ച് മൗണ്ടൈൻ റോഡ്സൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കോർണേഴ്സൊക്കെ എടുക്കാനുള്ള ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മളൊരു വണ്ടി എടുത്തിട്ട് പെട്ടെന്നൊരു മൗണ്ടൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി പോവും, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് പല ആക്സിഡൻസും ഹാപ്പൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെറുതിൽ നിന്ന് തുടങ്ങി പതുക്കെ അഡാപ്റ്റായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം കയറി ഒരു വലിയ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാണ്ട് ഒരു ചെറിയ യൂസ്ഡ് മോട്ടോർ സൈക്കിളോ ചെറിയ മോട്ടോർ സൈക്കിളോ വാങ്ങിച്ചിട്ട് ഒന്ന് കൈ തെളിഞ്ഞിട്ട് ഓടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പിന്നെ നല്ല മെച്യൂരിറ്റി ആയിട്ട് എനിക്കറിയാവുന്നവരുണ്ട്, ആദ്യമായിട്ട് 300cc എടുത്തിട്ട് അവർ നന്നായിട്ട് ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇപ്പം പുതിയ ഹിമാലയനൊക്കെ ഫസ്റ്റ് വണ്ടി ഹിമാലയനൊക്കെ ആയിരിക്കും, അതെടുത്തിട്ട് അത് യൂസ് ചെയ്ത് ഓടിക്കുന്നവരുണ്ടാവും. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിളായിട്ട് ഓടിക്കാൻ നോക്കുക. എല്ലാവർക്കും എല്ലാ വണ്ടിയും ഓടിക്കാനൊക്കെ പറ്റും, അത്ര വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എല്ലാ വണ്ടിയും എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ മനസ്സിൽ നമ്മൾ ഈ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യണം, കോർണേഴ്സ് വരുമ്പോൾ നമ്മൾ സ്ലോ ചെയ്യണം. അങ്ങനെ ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് ഓടിച്ചാലും ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരാളുടെ മൈൻഡ് സെറ്റും അയാളുടെ മെൻറ്റാലിറ്റിയും പോലെ ഇരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറഞ്ഞതിൻ്റെ അന്ന് ഞാൻ പിക്ക് ചെയ്യുന്നതാണ്. ഇപ്പം സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്താണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം ആൾക്കാർ പറഞ്ഞു ഇത് സെക്യൂരിറ്റി റിസ്ക് ആണ്, ഇത് സേഫ്റ്റി റിസ്ക് ആണ്, ഫ്രണ്ട് പിടിച്ച വണ്ടി അവിടെ നിൽക്കും, വണ്ടി കുത്തിപ്പൊങ്ങും, ഭയങ്കര പ്രശ്നമാണ്, ഡ്രമ്മാണ് നല്ലത്, ഇതല്ല നല്ലതെന്നൊരു അഭിപ്രായം ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്കുണ്ടായിരുന്നു. രണ്ടാമത് നേരിട്ടൊരു പ്രശ്നം, കോർണേഴ്സ് വരുമ്പോൾ പ്രശ്നമാവും. വീശി എടുക്കുമ്പം നേരെ ഏതിലും പറമ്പിൽ പോകും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം എങ്ങനെ ആൾക്കാർ നോക്കിക്കാണുന്നത്? ഇപ്പോഴും ഈ ഡിസ്ക് ബ്രേക്കിനൊക്കെ ചിത്തപ്പേരുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ ദ ഓൺലി തിങ് പീപ്പിൾ ക്യാൻ ഡു ഇസ് ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യാണ്. മേ ബി എനിക്കറിയില്ല, ഇപ്പം മേ ബി നമ്മുടെ വണ്ടികളിൽ ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് വന്നപ്പം ആൾക്കാർ ചിലപ്പോൾ കമ്പയർ ചെയ്ത് അത് കൊള്ളില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും, തൊണ്ടേ കുരുങ്ങുന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ജനറേഷനിലേക്ക് വന്നപ്പം എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പവർ ബ്രേക്ക് വന്നപ്പം, കാറുകൾക്ക് പവർ ബ്രേക്ക് വന്നപ്പോൾ ചവിട്ടിയാൽ നിൽക്കും, പുറകിൽ വന്ന് വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് വന്നപ്പം ഇച്ചിരി തിരിച്ചാൽ മതി, ചാടി അപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ കുറേ സിറ്റുവേഷൻസ് എനിക്കിപ്പോഴും ഇപ്പം ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ പല കാര്യങ്ങളും എനിക്കങ്ങനെ ഓർക്കുന്നുണ്ട്. ഈ അടുത്ത് വരെ ABS വന്നപ്പോൾ വരെ ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ABS വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്കിംഗ് ഇത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പറയായിരിക്കും, നമ്മളിപ്പം അഡാസിന് നമ്മൾ കുറ്റം പറയുന്നില്ലേ, എന്തായാലും പറയില്ലേ, ഇപ്പോൾ ഓടിക്കും അഡാസുള്ള വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ അഡാസിൻ്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ ഡീൽ ചെയ്യുന്നത്. മേ ബി ഒരു 10 years കഴിയുമ്പം അഡാസ് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോഴത്തെ അഡാസ് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 10 years കഴിയുമ്പോൾ അഡാസ് ചിലപ്പം ബെറ്റർ ആയിരിക്കും. അത് അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ആക്സിഡൻസ് കുറയ്ക്കുക. അത് ആക്സിഡൻസ് കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുമ്പം ഡ്രൈവർ സ്കില്ല് അത് പോകുന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ആക്സിഡൻസ് കുറയുകയല്ലേ. ചിലപ്പോൾ 10 years കഴിയുമ്പോൾ ആൾക്കാർക്ക് അങ്ങനത്തെ ആ മൈൻഡ് സെറ്റിൽ ഓടിക്കണമെങ്കിൽ അഡാസ് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ കുറ്റം പറയുന്ന പലതും കുറച്ച് നാൾ കഴിയുമ്പോൾ ബെറ്റർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഡിസ്ക് ബ്രേക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. കോർണർ ചെയ്യുമ്പോൾ ഡിസ്ക് ബ്രേക്ക് എത്ര ലൈഫ് സേവ് ചെയ്തിട്ടുണ്ടാവും, എത്ര ബ്രേക്കിംഗ് എത്ര ബെറ്റർ ആക്കിയിട്ടുണ്ടാവും. മറ്റേത് ജാം ആവുമായിരുന്നു, ദിസ് ഇസ് റിയലി ഗുഡ്. ഇപ്പോൾ പെട്രോൾ ഡിസ്ക് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, കുറച്ച് പെട്രോൾ ഡിസ്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ പണ്ട് ഡിസ്ക് ഹീറ്റായിട്ട് ബ്രേക്ക് കുറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ഡിസ്ക് ബ്രേക്ക് ഇസ് മച്ച് ബെറ്റർ. ഒരു കാർ വാങ്ങിയാൽ അതിൽ ഡിസ്ക് ബ്രേക്ക് ബെറ്റർ ആണെന്നുള്ളൊരു ചോദ്യമല്ല, പക്ഷേ ഈ ഒരു ഇവോൾവ് ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പുതിയ പരിപാടി വരുന്നു, അതിനെ ആൾക്കാർ ഭയങ്കര എതിർക്കുന്നു. പക്ഷേ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആ ഒരു ഫാക്ടർ ഇല്ലാതാവുന്നു. ഇപ്പം ഫ്രണ്ട് കുത്തി വണ്ടി നിർത്തി തിരിച്ചടിക്കുക എന്നുള്ള സാധനം ഇപ്പം ഡിസ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മൈക്രോ ലെവലിലായിരിക്കും.
പക്ഷേ വന്ന സമയത്ത് ഇറ്റ് യൂസ് ടു ഹാപ്പൻ. അതിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വണ്ടികളുടെ രീതി ഭയങ്കരമായിട്ട് മാറി, വണ്ടികളുടെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറി. ഒരു SS100, ഒരു സ്പ്ലെൻഡർ, ഒരു ബോക്സർ അല്ലെങ്കിൽ ഒരു കാലിബർ എന്ന രീതിയിൽ നിന്ന് പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വിഭാഗത്തിലുള്ള വണ്ടികളായി. നമുക്കതിനെ ഒന്ന് ഓർഡർ ആക്കാൻ നോക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് വാട്ട് ഈസ് ഇറ്റ്, എന്താണ് ആ പരിപാടി, നമുക്കൊരു ബ്രീഫ് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഫസ്റ്റ് ഡ്യുവൽ സ്പോർട്ട് വെഹിക്കിൾസ്. നമുക്ക് കാവസാക്കിയുടെ KLX 230 ഓഫ് റോഡ് മാത്രമാണ്. അതുപോലെ നമ്മുടെ KTMന്റെ 390 ഓഫ് റോഡ്, അതൊരു അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ. എൻഡ്യൂറോ ആണെങ്കിൽ ഓഫ് റോഡ് ആണ്. അഡ്വഞ്ചർ 390 എൻഡ്യൂറോ ഓഫ് റോഡ് മോട്ടോർസൈക്കിൾ. പുതിയൊരു സെറ്റ് ഓഫ് വെഹിക്കിൾസ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുവാണ്. ഹോണ്ടയുടെ വരുന്നത് പറയുന്നു, എനിക്ക് പേരില്ല, ഹോണ്ടയുടെ വരുന്നത് പറയപ്പെടുന്നു. R15 ഒരു സാധനമുണ്ട്, W15 എന്ന് പറഞ്ഞ യമഹയുടെ വരും, കുറേ കാലമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ആ വെഹിക്കിൾസിൻ്റെ പ്രസക്തി, വാട്ട് ഈസ് ദാറ്റ് ദേ ഡു ആൻഡ് എങ്ങനെയാണ് യാസ്ന എന്നെ കാണുന്നത് അതിൻ്റെ ഒരു വരവിനെ? നമുക്കിപ്പോൾ റൈറ്റ് നോ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് വെച്ചിട്ട് 3 ടൈപ്പ് ഓഫ് മോട്ടോർസൈക്കിൾസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. വൺ ഇസ് ഡുവൽ അഡ്വഞ്ചർ സ്പോർട്ട് മോട്ടോർസൈക്കിൾസ്. അതിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡും പോവാം, ഓഫ് റോഡും പോവാം. അതേസമയം ഒരു പില്ലണ വെച്ച് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. ലഗേജ് വെച്ച് കംഫർട്ടബിൾ യാത്ര ചെയ്യാം. അതാണ് ഓഫ് റോഡർ അഡ്വഞ്ചർ മോട്ടോർ. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ നല്ലൊരു എക്സാമ്പിളാണ്. പഴയ ഹിമാലയൻ നല്ലൊരു എക്സാമ്പിളാണ്. അഡ്വഞ്ചർ 390 നല്ലൊരു എക്സാമ്പിളാണ്. പിന്നെ സുസുക്കി വീസ്ട്രോം അഡ്വഞ്ചർ മോട്ടോർസൈക്കിളാണ്, ബട്ട് 250 വീസ്ട്രോം 250. അത് 650 ഉണ്ട്, 250 ഉണ്ട്. പക്ഷേ ഇറ്റ് ഇസ് എ ഗുഡ് ടൂറിംഗ് മോട്ടോർസൈക്കിൾ. സാധാരണ ഇത് കണ്ടിട്ടുള്ളത് നമ്മൾ 1000cc 800cc വണ്ടികളുള്ള പൊതുവെ അഡ്വഞ്ചർ പണ്ട് അങ്ങനെയായിരുന്നു. ആ ട്രെൻഡ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഡുവൽ സ്പോർട്ട് മോട്ടോർസൈക്കിൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ 411cc കൊണ്ടുവന്നതിന് ശേഷമാണ് ഇപ്പം GS 310 അങ്ങനെ പല, ഇപ്പം TVSന്റെ ഒരു പുതിയ അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ വരുന്നുണ്ട്. അതാണ് അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ. അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ട്രാവൽ, യു ക്യാൻ ടൂർ ഇൻ ഇറ്റ്, പില്ലണ ഇരുത്തി പോകാം. ഒരു വലിയ മോട്ടോർസൈക്കിളായിരിക്കും, ബിഗ് മോട്ടോർസൈക്കിളായിരിക്കും. ഏറ്റവും കൂടുതൽ അതിനൊരു 60% ടൂറിങ്ങിനും 40% അതൊരു ഓഫ് റോഡിങ്ങിനും വേണ്ടിയുള്ള ഒരു മോട്ടോർസൈക്കിളാണ്. ലോങ് ഡിസ്റ്റൻസ് പോകുന്നവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടോർസൈക്കിൾ. പില്ലണൊക്കെ വരുമ്പോൾ അതിൻ്റെ എർഗണോമിക്സ് നല്ല ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള എർഗണോമിക്സ്. അപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. പുറകിലിരിക്കുന്ന പില്ലൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സുഖമായിരിക്കും ബൈക്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതൊക്കെ പണ്ട് വലിയ ട്രയംഫിലും കവാസാക്കി വേഴ്സസിലും GSAയിലും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കോൺസെപ്റ്റ് റോയൽ എൻഫീൽഡ് അതേപോലെ എടുത്തിട്ട് ഹിമാലയനിൽ ഇറക്കിയാണ്. ഒരു ഡുവൽ സ്പോർട്ട് മോട്ടോർസൈക്കിൾ എന്നുള്ള കൾച്ചർ നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ റോഡുകൾക്ക് ഡുവൽ സ്പോർട്ട് മോട്ടോർസൈക്കിൾ അത്രയും നല്ല. അതിൻ്റെ സസ്പെൻഷൻ അങ്ങനെ ആയിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതാണ് വൺ സെഗ്മെൻറ്റ് ഡുവൽ സ്പോർട്ട് മോട്ടോർസൈക്കിൾ. പിന്നെ ഉള്ള സെഗ്മെൻറ്റാണ് ഓഫ് റോഡ് മോട്ടോർസൈക്കിൾ. ഓഫ് റോഡ് മോട്ടോർസൈക്കിൾ എനിക്ക് തോന്നുന്നു ഇമ്പൾസിലൂടെ ഹീറോ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ രണ്ടുപേരും സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കത് ഷോർട്ട് ആക്കിയിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് ഇമ്പൾസിലേക്ക് വരാം. അതെ, ഇമ്പൾസിൽ വന്നു, ഇമ്പൾസ് ഹിറ്റായില്ല. പക്ഷേ അതിനുശേഷം ഹിമാലയൻ എന്നുള്ള സെഗ്മെൻറ്റ് വന്നിട്ട് ഓഫ് റോഡ് ഹിമാലയനിൽ പലരും ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഹിമാലയൻ വാസ് ബൾക്കി. ഒരു ഡുവൽ സ്പോർട്ട് മോട്ടോർസൈക്കിൾ എപ്പോഴും നമ്മളൊരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് കേപ്പബിൾ, സസ്പെൻഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഇത്രയും ലഗേജും കാര്യങ്ങളും വലിയ വണ്ടിയായിരിക്കും. അപ്പം നമുക്കതൊരു ഓഫ് റോഡ് സ്പെക്ക് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. യൂസ് ചെയ്യുന്നവരുണ്ട്. പെട്ടെന്ന് ഏത് വണ്ടിയും യൂസ് ചെയ്യാൻ 90% വണ്ടികൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പർപ്പസ് അതായിരിക്കില്ല, അതിനുള്ള കംഫർട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഈ ഹിമാലയനൊക്കെ നമ്മളൊരു ഓഫ് റോഡ് പോയിട്ട് വീണ് കഴിഞ്ഞാൽ പൊക്കിയെടുക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് എക്സ്പൾസ് എന്നുള്ളൊരു വണ്ടി ഇറങ്ങുന്നത്. അത് ഒരു തരംഗമായിരുന്നു. കാരണം ആ വണ്ടി ഇറങ്ങിയ ഓൺ റോഡ് പ്രൈസ് 1,15,000 റുപ്പീസിനാണ്. ഇപ്പോൾ 1,15,000 സ്പ്ലെൻഡർ പോലും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 1,15,000 ആ വണ്ടി ഇറങ്ങിയപ്പോൾ അത് മാസ് മാർക്കറ്റിൽ ഭയങ്കര രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഭയങ്കര സെയിലാണ്. കേരളത്തിലാണ് കേട്ടോ. നമ്മളിപ്പം പലർക്കും അറിയില്ല കേരളത്തിലാണ്. എല്ലാവരും ഇപ്പോൾ കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് ഭയങ്കര സക്സസ്ഫുൾ വണ്ടിയാണെന്ന്. പക്ഷേ ഹീറോനെ സംബന്ധിച്ചിടത്തോളം എക്സ്പൾസ് അത്ര വലിയൊരു സക്സസ്ഫുൾ വണ്ടി ആവണമെന്നില്ല. അവരൊരു 100% വണ്ടി വിട്ടേക്കുന്നതിൽ ഒരു 98% കേരളത്തിലും ഒരു 1% ബാക്കിയുള്ള 2% തമിഴ്നാട്, കർണാടക, പൂനെ, മഹാരാഷ്ട്ര സൈഡിലായിട്ട് ബ്യൂട്ടിഫുൾ വണ്ടികളാണ്. നല്ല വണ്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് നല്ല കേപ്പബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഏത് ഓഫ് റോഡും ഏത് ബിഗിനർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. പവർ അത്ര പറയാനൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ആ ജനറേഷൻ, നമ്മുടെ യൂത്ത് ജനറേഷൻ അതിലേക്ക് പോകാൻ എന്നുള്ളതിൻ്റെ കേപ്പബിലിറ്റിയാണ്. അത് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും, ചെറിയ രീതിയിൽ ഓഫ് റോഡ് വണ്ടിയാണെങ്കിലും ചെറിയ രീതിയിൽ പവർ ഇല്ലാതെ ടൂർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് കുറേ ഉണ്ട്. അതാണ് ഓഫ് റോഡ് മോട്ടോർസൈക്കിൾ. അതിനിപ്പം സെഗ്മെൻറ്റിൽ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പം എക്സ്പൾസ് 200 എൻ്റയർ ജനറേഷനെ ഓഫ് റോഡിങ്ങിലേക്കും അഡ്വഞ്ചറിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് എക്സ്പൾസ് ആണെന്ന് പറയാം. എക്സ്പൾസ് വന്നേ പിന്നെ എക്സ്പൾസിന് മുമ്പ് ഇമ്പൾസ് ഉണ്ട്. പക്ഷേ
ഇമ്പൾസ് അങ്ങനെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നീടാണ് അതിന് അക്സെപ്റ്റൻസ് കിട്ടിയത്, വണ്ടി നിർത്തിയതിന് ശേഷമാണ് അക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പം എക്സ്പൾസ് അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുപോയി. ഇപ്പം എക്സ്പൾസിന് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ ആ സെഗ്മെൻറ്റിലേക്ക്, കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, ഈ KLX 230 അതേപോലെ നമ്മുടെ പക്ഷേ പ്രൈസ് ഡിഫറൻസ് ഭയങ്കര എൻഡ്യൂറോ ഒക്കെ. KLX 230 ആ വണ്ടി ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അത് ഓടിച്ച ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇറ്റ് ഈസ് ഹാവിങ് വണ്ടർഫുൾ സസ്പെൻഷനാണ്, എക്സ്പൾസിനെക്കാളും വെയിറ്റ് കുറവാണ്. നമ്മളൊരു ഓഫ് റോഡൊക്കെ പോയി നമ്മൾ ഏതെങ്കിലും കുണ്ടിലോ കുഴിയിലോ ഒക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ത്രോട്ട് കൊടുത്ത് എടുക്കേണ്ട സമയത്ത് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇവിടെ വെക്കാന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ആഡ് ചെയ്തൊരു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത്ര നല്ലൊരു വണ്ടിയായിരുന്നു. പക്ഷേ പ്രൈസിങ് ഭയങ്കര 4 lakhs അടുത്ത് ഓൺ റോഡ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും 4 lakhs അത്രയും വരും. നല്ല സസ്പെൻഷനാണ്, നല്ല ഇതൊക്കെയാണ്. പക്ഷേ ആ 4 lakhs കൊടുത്തിട്ട് ആ വണ്ടി വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ വാങ്ങിക്കും. പക്ഷേ ഒരു മാസ് മാർക്കറ്റിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് എക്സ്പൾസ് ഹീറോ കൊണ്ടുവന്ന പോലെ ഒരു വണ്ടി ആയിരിക്കില്ല. കവാസാക്കിയുടെ പ്രൈസിങ് എപ്പോഴും നമുക്ക് പിടിക്കാൻ പറ്റാത്ത പ്രൈസിങ് ആയിരിക്കും ഇടുന്നത്. ഇനി എൻഡ്യൂറോയിൽ പ്രതീക്ഷയുണ്ട്, അതും നല്ലൊരു കേപ്പബിൾ മോട്ടോർ സൈക്കിൾ ആവുമെന്നാണ് തോന്നുന്നത്. IBW ഗോവയിൽ വണ്ടി നേരിട്ട് കാണാൻ പറ്റി, കാണാനൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ഓഫ് റോഡ് ഓറിയൻറ്റഡ് ഒരു ക്രൗഡ് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ റൈഡിങ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പം നല്ല രീതിയിലുണ്ട്. അവർക്ക് ഈ ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിൽ ഇപ്പം എക്സ്പൾസ് 210 വരുമായിരുന്നു. എക്സ്പൾസ് 210 എയ്ക്മേൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്പൾസ് 210 എൻഡ്യൂറോ കവാസാക്കി എനിക്ക് തോന്നുന്നില്ല സീനിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കൂ എന്നുള്ളത്. അതിൻ്റെ പ്രൈസ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ, പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് പൈസ കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോമ്പറ്റീഷൻ ഏതാ ഉള്ളത്? അല്ല, ആ കോമ്പറ്റീഷൻ അല്ല, ലിറ്ററലി കോമ്പറ്റീഷൻ, മത്സരം. ഒരു മാർക്കറ്റിലൊരു വണ്ടിയെന്നേ ഉള്ളൂ. എനിക്കത് വലിയൊരു കോമ്പറ്റീഷൻ ആവുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് നോക്കാമെന്നേ എനിക്ക് തോന്നുള്ളൂ. പക്ഷേ 210 വിൽ ബി എ ബിഗ് കോമ്പറ്റീഷൻ. ഇപ്പം നമ്മുടെ മാർക്കറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൾസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തിങ്ങി നിറഞ്ഞൊരു പെനെട്രേഷൻ സംഭവിച്ചിരിക്കുകയാണ്. ഫുൾ റാലി കിറ്റും ഉണ്ട് എടുക്കേണ്ട. റാലി കിറ്റൊക്കെ നല്ല രീതിയിൽ വിറ്റുപോയി. അപ്പം റാലി കിറ്റ് വേണ്ടാത്തവർ പോലും റാലി കിറ്റ് എടുക്കുള്ളൂ. കാലെത്തില്ലെങ്കിലും റാലി കിറ്റ് മതി, ആ കളർ കണ്ടിട്ട് എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് റാലി കിറ്റ് എടുക്കുന്നവർ. അപ്പം എക്സ്പൾസ് ഭയങ്കര ഒരു ഹൈ ഒരു പെനെട്രേഷനിലെത്തി. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊരു വണ്ടി എടുക്കണമെങ്കിൽ അവർ 210 കൊണ്ടുവന്നു കഴിഞ്ഞാൽ കരിസ്മയുടെ എഞ്ചിനായിരിക്കും വരുന്നത്. ടൂറിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവും. കാരണം കരിസ്മയുടെ എഞ്ചിൻ ഞാൻ ഓടിച്ച സമയത്ത് ഒരു ട്യൂണിങ് വ്യത്യാസം ഉണ്ടാവും. ഒരു 100, 110, 120 ഒക്കെ ഓക്കെയാണ് പോകാൻ. 100, 110 വണ്ടി ഹൈവേ ഓടിയാൽ മതി. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുള്ളൂ. ഇപ്പോഴത്തെ വണ്ടിയും 90, 100 ഒക്കെ കയറും. പക്ഷേ അതിന് വൈബ്രേഷനും എപ്പോഴും നമുക്ക് അങ്ങനെ ഇരുന്ന് ഓടിക്കാൻ ഇച്ചിരി പാടാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ 210 വരുമ്പോൾ ഒരു വേറെ എൻ്റെ ഡിസൈനും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ക്രൗഡ് വീണ്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ദ ക്യൂരിയസ് കേസ് ഓഫ് ഇമ്പൾസ്. 2011 അതാണ് 2011 ഹീറോയും ഹോണ്ടയും അതിന് മുമ്പ് പിരിയുന്നു. ഹീറോ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഫസ്റ്റ് വണ്ടിയായിട്ട് വരുന്നു. ഞങ്ങൾക്ക് ഹോണ്ട വേണ്ട, ഞങ്ങളൊരു വണ്ടി ഇറക്കുന്നു. ആൻഡ് ഹീറോ ലോഞ്ച് ഇമ്പൾസ്. എല്ലാവരും ഇങ്ങനെ ഇതെന്നെ ചാതനോ, ഇതെന്തൊരു വണ്ടി എന്ന രീതിയിൽ അതിനെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ നൗ വി അണ്ടർസ്റ്റാൻഡ് ഹൗ ഗുഡ് ഹീറോ വെയർ. എനിക്ക് തോന്നുന്നു 2011 എനിക്കൊരു പൾസർ 220 എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നടക്കും. അന്ന് എനിക്ക് കരിസ്മയുണ്ട്, പൾസർ 220 ഉണ്ട്. ഇതാണ് കോമ്പറ്റീഷൻ. ഇതിൽ റേസ് ആര് ജയിക്കുമെന്ന് ഇപ്പോഴും അടിയുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കരിസ്മയാണ് നല്ലതെന്ന് പറയുന്നവരുണ്ട്, 220 ആണ് നല്ലതെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു പാലാരിവട്ടത്താണ് നമ്മൾ ഈ വണ്ടി ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവുക. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 220 ഇരിപ്പുണ്ട്. അവിഞ്ഞ വണ്ടി, ഓടിച്ച് അവിഞ്ഞ വണ്ടിയാണ്. പക്ഷേ ആ വണ്ടിക്ക് അന്ന് വില, അതും എത്രയോ 2009 വണ്ടി ഞാൻ കണ്ട. 2011 2012 ഞാൻ പോയി കാണുന്നത്. 3 വർഷം പഴക്കമുള്ള വണ്ടിക്ക് എന്തോ 65 രൂപയാണ് സംഭവം പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടെ ഇമ്പൾസ് ഇരിപ്പുണ്ട്. ഇമ്പൾസ് എനിക്ക് തോന്നുന്നു 1000-2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കസ്റ്റമർ ഇഷ്ടപ്പെട്ടില്ല വണ്ടി. വണ്ടി ഇഷ്ടപ്പെട്ടില്ല. കസ്റ്റമർ അവിടെ കൊണ്ട് വെച്ചേക്കാം. എന്നിട്ട് പുള്ളി അതിൻ്റെ വില എൻ്റെ അടുത്ത് പറഞ്ഞ എനിക്ക് തോന്നുന്നു 45,000 റുപ്പീസ് കണ്ടായിരുന്നു. വാങ്ങിച്ചാൽ മതി ആരെങ്കിലും. 1000 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കും, ഇത് സ്പോക്ക് വീൽസോ, നമുക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ 220 വാങ്ങിച്ചിട്ട് പണിയും വാങ്ങിച്ചിരുന്നു. പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഹൈക്ക് കാണുന്ന ഈ ഇമ്പൾസിന് ഇത്രയും ഡിമാൻഡും കാര്യങ്ങളും. പിന്നെ ഇമ്പൾസ് ആൾക്കാർ പുറത്തുനിന്നൊക്കെ ഇറക്കാൻ തുടങ്ങി. ഇമ്പൾസ് നല്ലൊരു കേപ്പബിൾ വണ്ടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ ക്രൗഡിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ല, നമ്മുടെ പ്രശ്നം തന്നെ, കമ്പനിയുടെ പ്രശ്നം, കമ്പനിയുടെ വിഷൻ്റെ പ്രശ്നമൊന്നും അല്ല. വി വർ നോട്ട് റെഡി. നമുക്ക് അതിൻ്റെ ഒരു കൾച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഇങ്ങനെ ഓഫ് റോഡ് കൾച്ചർ ഉണ്ടെന്നും ഇങ്ങനെ എക്സ്പ്ലോറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നും അതേപോലെ തന്നെ
നമുക്ക് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു അത്. എനിക്ക് വേണ്ടി മാവറിക്ക് ഇപ്പോൾ എടുക്കുന്നവർ ഇത് മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഇനി എങ്ങാനും ഭാവിയിൽ ഇത് കയറി വന്നാലോ. അത് മാവറിക്ക് നല്ലൊരു വണ്ടിയാണ്. ഒരു അഫോർഡബിൾ 400cc മോട്ടോർ സൈക്കിൾ മാവറിക്ക് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ആ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴും നല്ലൊരു ടോർക്കുള്ള എഞ്ചിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചറപറ KTM പോലെ ഗിയർ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഗിയറിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് 6th ഗിയറിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് മാവറിക്ക്. ഓടിക്കാൻ നല്ലൊരു ഫീൽ ഗുഡ് മോട്ടോർ സൈക്കിളാണ്. പക്ഷേ കമ്മിങ് ടു ദ സസ്പെൻഷൻ ഓക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ആ ഒരു സെഗ്മെൻറ്റ് ഓഫ് ആ ഒരു കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലോ, ആ ഒരു ലുക്സിലുള്ളത് ഡോമിനാറൊക്കെ ആ സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടിരുന്ന മോട്ടോർ സൈക്കിളാണ്. ആ മോട്ടോർ സൈക്കിളിനോടുള്ള ഡിമാൻഡ് ഇപ്പം റൈറ്റ് നൗ വളരെ കുറവാണ്. ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസൈറബിലിറ്റി സാധനം അത് ഇപ്പോൾ ആൾക്കാർക്കില്ല. ഇപ്പോൾ ആൾക്കാർക്ക് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വേണം, അല്ലെങ്കിൽ മറ്റേ ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ വേണം, അത് തന്നെ, അല്ലെങ്കിൽ സ്ക്രാംബ്ലേഴ്സ് വേണം. നമ്മൾ സ്ക്രാംബ്ലറിനെ പറ്റി പറഞ്ഞില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ക്രാംബ്ലേഴ്സ്. എന്താണ് സ്ക്രാംബ്ലർ, എന്താണ് അത് ചെയ്യുന്നത്, ഏറ്റവും നല്ല സ്ക്രാംബ്ലേഴ്സ് ഏതാണ്? ഒരു വണ്ടി ഇപ്പോൾ ബെയർ ഇറങ്ങി, സ്ക്രാംബ്ലർ 400X ഉണ്ട്, രണ്ടും യാസിന് ഓടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, രണ്ടിലും ലോങ് പോയിട്ടുണ്ടെന്ന്. എനിക്ക് ബെയറിന് എനിക്ക് അറിഞ്ഞൂടാ. ബെയർ ഓടിച്ചിട്ടില്ല, എഞ്ചിൻ നമുക്കറിയാവുന്ന എഞ്ചിനാണ്. അപ്പം എന്താണ് സ്ക്രാംബ്ലേഴ്സ് ചെയ്യുന്നത്? സ്ക്രാംബ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസിൻ്റെയും ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾസിൻ്റെയും എല്ലാം ക്യാരക്ടർ ഇതിനുണ്ട്. സ്ക്രാംബ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ക്യാരക്ടർ ഓഫ് എവറിത്തിങ്. റോഡിൽ ഓടിക്കാൻ നല്ലതായിരിക്കും, ഓഫ് റോഡ് ഓടിക്കാം, ചെറിയ സിറ്റി കമ്മ്യൂട്ട്സ് കാര്യങ്ങൾക്കൊക്കെ ഓടിക്കാൻ വേണ്ടിയും സ്ക്രാംബ്ലേഴ്സ് നല്ലതായിരിക്കും. ഈ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സിറ്റി ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ വെയിറ്റും ആ ബോഡി ബോക്സസ് കാര്യങ്ങളൊക്കെ വരുമ്പം അതിന് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സിറ്റിയിൽ ഓടിക്കാൻ കേപ്പബിൾ ആയിരിക്കില്ല. ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ഹൈവേയിൽ ഓടിക്കാൻ എനിക്ക് തോന്നിയിട്ട് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കുറച്ചുകൂടെ ഹയർ ഗിയർസിലായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിളും. അത് ഡിപ്പെൻസ്. ചില വണ്ടികൾക്ക് ഹയർ ഗിയേഴ്സിലായിരിക്കും, ചിലതിന് ടോർക്ക് ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് എ ബിഗ് മോട്ടോർ സൈക്കിൾ അല്ല. നമ്മളിപ്പോൾ ഒരു സിറ്റി ട്രാഫിക്കിലേക്ക് ഒരു വലിയ മോട്ടോർ സൈക്കിളായിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കലുണ്ടാവും. സ്ക്രാംബ്ലർ ആകുമ്പോൾ നമുക്ക് അതിനെ കുത്തിക്കയറ്റി ആ ഫണ്ണിൽ ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്ക്രാംബ്ലറിൻ്റെ ഗുണം. അപ്പം സ്ക്രാംബ്ലർ ഇസ് ബിറ്റ് ഓഫ് എവറിത്തിങ്. പക്ഷേ സ്ക്രാംബ്ലറിനും പ്രോബ്ലംസ് ഉണ്ട്. സ്ക്രാംബ്ലറിൻ്റെ സീറ്റ്സ് ഒന്നും ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ പോലെ കംഫർട്ടബിൾ ആവണമെന്നില്ല. വിൻഡ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊക്കെ സ്ക്രാംബ്ലേഴ്സിന് കൂടുതൽ കിട്ടാം. ബട്ട് ഇൻ ദ എൻഡ് ഒരു ആവറേജ് കസ്റ്റമർ അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റ് റൈഡറിന് ലൈക്ക് ഇഫ് ഹി നീഡ്സ് ഒരു കാറുണ്ട്, പുള്ളിക്ക് ഒരു ബൈക്ക് വേണം, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ സ്ക്രാംബ്ലർ ഇസ് എ ഗുഡ് ചോയ്സ്. എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ലൈറ്റ് ഓഫ് റോഡ്സ് ആയിക്കോട്ടെ, ഒരു അത്യാവശ്യം ടൂറിങ് ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, എല്ലാത്തിനും കൂടെ ഒരു ഫീൽ ഗുഡ് ഒരു മോട്ടോർ സൈക്കിൾ ഫോർ എവറി നീഡ്. യു ക്യാൻ ഗോ എനിവെയർ വിത്ത് ദാറ്റ്. ഒരു വേഴ്സറ്റൈൽ മോട്ടോർ സൈക്കിളാണ്. ഇതിപ്പം നമുക്ക് അത്രത്തോളം ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. ഗോയിങ് ബാക്ക് ടു അഗൈൻ 2000s ഇല്ല, അന്നില്ല. നമുക്കൊരു നമുക്കൊരു പവർഫുൾ വണ്ടി എടുക്കണം. പൾസർ 200, 220 CBZ, പിന്നെ LMLന്റെ കരിസ്മ, ഇത് മൂന്നാണ്. ഇതിൽ ഒരെണ്ണം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. ചോയ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഇതിൽ ഏത് ഷോറൂം അടുത്തുണ്ടോ അവിടെ പോയി എടുക്കുക എന്നുള്ളതാണ് ഒരു ബേസിക് ചോയ്സ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് വണ്ടി എടുക്കുന്ന ഒരാൾ യാസിന് എന്ത് പറയും? ഇപ്പോൾ എനിക്കൊരു ഫസ്റ്റ് വണ്ടി ഞാൻ എടുക്കുകയാണ്, എനിക്ക് ഓക്കെ കുറച്ച് ലോങ് റൈഡ്സും പരിപാടികളൊക്കെ ഉണ്ട്, സിറ്റി തന്നെയാണ്, എന്തായിരിക്കും എന്നോടുള്ളൊരു ഒരു അത് നമ്മളോട് തന്നെ ആദ്യം ചോദിക്കണം, നമ്മൾ എങ്ങനത്തെ റൈഡറാണ്, നമ്മുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കണം. ഇപ്പം ചിലർക്ക് പർപ്പസ് ഉണ്ടാവും, ഓഫീസ് യൂസ് കാര്യങ്ങൾക്കൊക്കെയാണ്, ഇടയ്ക്കൊരു ലോങ് പോവുക, അല്ലെങ്കിൽ ഓഫ് റോഡ് ചിലർ ചിന്തിക്കാറേ ഇല്ല. എന്തിനാണ് ഞാൻ ആ ഓഫ് റോഡൊക്കെ പോയി മലയൊക്കെ കയറി എൻ്റെ വണ്ടി ചീത്തയാക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല, ഇത് അടിപൊളിയാണ്, ഇത് ചെയ്യണമെന്ന് പറയാനും പറ്റില്ല. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ അവർ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനത്തെ മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യണം. ഇപ്പം ബ്രോന് ഹൈവേസ് കൂടുതൽ പോകാനാണെങ്കിൽ എപ്പോഴും ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ എടുക്കുക. ഇപ്പം ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിളായിട്ടുള്ള ഞാൻ പേഴ്സണലി എനിക്ക് അഡ്വഞ്ചർ ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിൾസിനോടാണ് താല്പര്യം. എനിക്ക് സിറ്റീസിലൊന്നും അധികം നമുക്ക് സിറ്റീസിലധികം ഇവയിലും കൊണ്ട് ബൈക്ക് ഓടിക്കാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഒരു ടൈമിൽ ഐ യൂസ് ടു റൈഡ് ലൈക്ക് ഹെൽ. കോളേജിൽ പോകാൻ ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പം കോയമ്പത്തൂർ പോകാൻ നേരെ തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. 220 അന്ന് എനിക്കറിയില്ല കേട്ടോ, ഇത്രയും വെയിലൊന്നും ഞാൻ നോക്കാറില്ല. ഹെൽമെറ്റ് പോലും ഞാൻ വെക്കാറില്ല. അന്നത്തെ കാലത്ത് ഹെൽമെറ്റ് വെക്കാറില്ല, ഗിയേഴ്സ് ഇടാറില്ല. നല്ല പൊളി, കൈ കൊടുക്കുക 100, 110. ആ സീനിൽ എത്ര വെയിൽ കൊണ്ടാലും എനിക്ക് ആ വെയിലൊന്നും ഇപ്പം എനിക്ക് കൊള്ളാനേ എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി. മേ ബി അതൊരു കംഫർട്ട് സോണിലോട്ട് വന്നോണ്ടായിരിക്കാം. പണ്ട് വെയിൽ കൊണ്ടാൽ ക്ഷീണിക്കും എന്നുള്ളൊരു നമ്മൾ വണ്ടി എടുക്കുന്നു, ഓടിക്കുന്നു, വരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്കറിയാം നമുക്ക് ഫറ്റീഗ് ഉണ്ടാകും, റൈഡിങ് ഫറ്റീഗ് ഉണ്ടാകും, നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പം അങ്ങനെയുള്ള പ്രായത്തിൻ്റെയും കൂടെ ആയിരിക്കാം.
പണ്ട് നമ്മൾ വെയിൽ കൊണ്ടൊക്കെ വണ്ടി ഓടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഓടിക്കാനുള്ള ഒരു സിനാരിയോ വരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളായിരിക്കും എനിക്കിഷ്ടം. എനിക്കിപ്പം ഹിമാലയൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുറച്ച് ഹയർ CC അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇഷ്ടമാണ്. കാരണം ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, യാത്ര പോകണം, തിരിച്ചെനിക്ക് വീട്ടിൽ കൊണ്ട് വണ്ടി വെക്കണം, ഇടയ്ക്കൊരു ഓഫ് റോഡ് പോകണം തിരിച്ച്. അല്ലാതെ ഡെയിലി യൂസിന് കമ്മ്യൂട്ട് പരിപാടികളില്ല. കമ്മ്യൂട്ട് പരിപാടികൾ ഞാൻ കുറച്ച് നാളായിട്ട് ബൈക്കിൽ ഒഴിവാക്കിയേക്കുവാണെന്നാണ് എനിക്കതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു കാര്യം, സേഫ്റ്റി. നമ്മൾ സേഫ്റ്റിയെക്കുറിച്ച് ചെറിയൊരു പരിപാടി പറഞ്ഞു. പക്ഷേ അതിനപ്പുറം അങ്ങനെ ട്രിപ്സ് പോകുമ്പോൾ, ലോങ് റൈഡ്സ് പോകുമ്പോൾ യാസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് എന്താണ്? അങ്ങനെ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എന്താണ്? അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടും? മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് തന്നെയാണ്. അത് ഒരിക്കലും അതിനകത്ത് എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും സേഫ്റ്റി ഇല്ല, അത്രത്തോളം എക്സ്പോസ്ഡ് ആണ്. എക്സ്പോസ്ഡ് ആണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഈ ABS ട്രാക്ഷൻ കൺട്രോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ദർ ഇസ് ലിമിറ്റ് ഫോർ എവറിത്തിങ്. കാറിന് പിന്നെയും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സേഫർ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ മോട്ടോർ സൈക്കിൾസ് ആർ നോട്ട് സേഫ്. അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ഹമ്പിളായിട്ട് തന്നെ നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കണം. നമ്മൾ വേറൊരാൾ ഈഗോയിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്തെന്നും പറഞ്ഞാൽ നമ്മൾ ആ കാറിലിരിക്കുമ്പോൾ പിന്നെയും ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല, ബൈക്കിൽ നമ്മൾ കാണിക്കരുത്. കാരണം നമ്മളൊന്ന് തട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ മുള്ളു വന്ന് ഇലയിൽ വീഴാണ്ട് ഇല വന്ന് മുള്ളിൽ വീഴാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തട്ടിയാലും ബൈക്കുകാരനാണ് സീൻ. അപ്പം അത് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പം ഡിഫെൻസീവ് ആയിരിക്കണം. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് എന്തായാലും മുമ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുമ്പോൾ അവൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിലും അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മുടെ ഉള്ളിൽ വേണം. ഒരു കാൽക്കുലേഷൻ എപ്പോഴും വേണം. എപ്പോഴും നമ്മൾ ഡിഫെൻസീവായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ നോക്കണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രോട്ട് കൊടുക്കുമ്പം ഈഗോയിസ്റ്റിക് ആയിട്ട് ത്രോട്ട് കൊടുക്കേണ്ട. വേറൊരു വണ്ടി സൈഡിൽ നമ്മൾ ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ ത്രോട്ട് കൊടുക്കേണ്ട. എപ്പോഴും കാം ആൻഡ് ക്വയറ്റായിട്ട് എൻജോയ് ചെയ്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ നോക്കുക. ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾസ് അങ്ങനെ മെയ്ഡ് ചെയ്തേക്കുന്ന മോട്ടോർ സൈക്കിൾസാണ്. പിന്നെ ഈ ബ്ലൈൻഡ് ടേൺസിലൊന്നും ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ബ്ലൈൻഡ് ടേൺസിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ബ്ലൈൻഡ് ടേക്സിലുള്ള ഓവർടേക്സൊക്കെ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോട്ടോർ സൈക്കിൾസ് ആർ റിയലി ഗുഡ്. എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഫീൽ ചെയ്ത്, മറ്റേ ഒരു കോട്ട് പറയുമല്ലോ, നമ്മൾ കാറിൽ പോകുമ്പം നമ്മൾ സിനിമ കാണുന്നത് പോലെയും ബൈക്കിൽ പോകുമ്പം സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണെന്ന്. അപ്പോൾ അതേപോലെ എൻജോയ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആർക്കും എന്തും സംഭവിക്കാം. അപ്പം നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ലോങ് റൈഡ്സ് പോകുമ്പോൾ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഹെൽമെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. ഹെൽമെറ്റ് എപ്പോഴും വെയർ ചെയ്യുക. പിന്നെ ഹെൽമെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ് ബൂട്ട്സ് ആയിരിക്കും. നമ്മൾ എന്ത് ആക്സിഡൻറ്റ് പറ്റിയാലും കാലിനാണ് പ്രശ്നം പറ്റുന്നത്. അപ്പം അങ്ങനെ ഗിയേഴ്സൊക്കെ ചൂസ് ചെയ്ത് കാം ആൻഡ് ക്വയറ്റായിട്ട് ഹമ്പിളായിട്ട് വലിയ ഈഗോയിസ്റ്റിക് ആവാതെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മുടെ ഒരു സ്പീഡ് ലിമിറ്റിൽ കീപ്പ് ചെയ്യുക. എപ്പോഴും ഡിഫെൻസീവായിട്ടിരിക്കുക. എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് കൺസേൺഡ് ആയിട്ട് ഓടിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ ഈ ഹെൽമെറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ പണ്ട് നമുക്ക് എനിക്കൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടഡ് ഹെൽമെറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പെറ്റി അടിച്ചിട്ടുണ്ട്. അതായത് MTയുടെ ഹെൽമെറ്റ് ഡോട്ട് മാത്രമേ ഉള്ളൂ, ISI ഇല്ല എന്ന് പറഞ്ഞ് വാങ്ങിയ സമയത്ത് എനിക്ക് പോലീസ് പ്രോപ്പർ പെറ്റി അടിച്ച് തന്നിട്ടുണ്ട്. എവിടുത്തെ പോലീസ്? ട്രിവാൻഡ്രത്ത്. വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ പ്രോപ്പർ എനിക്ക് അടിച്ചിട്ടുണ്ട്. അപ്പം ഹെൽമെറ്റ്സിൻ്റെ ഒരു പ്രാധാന്യം, ഹെൽമെറ്റ്സ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അല്ലെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അകത്തൊരു നമ്മൾ എന്തൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ബ്രാൻഡ്സിൻ്റെ ഒരു അഭാവം, അതൊക്കെ എങ്ങനെയാണ് ബ്രോ കാണുന്നത്? കപ്പിൾ ഓഫ് ഇയേഴ്സ് മുമ്പ് ബൈക്ക് സ്റ്റോഴ്സിലൊക്കെ അത്യാവശ്യം നല്ല ഹെൽമെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. AGV, അരൈ, HJC പോലത്തെ നല്ല നല്ല ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. HJC ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുണ്ട്. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ 5000 റേഞ്ചിലൊക്കെ ഹെൽമെറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പം ഈ ഹെൽമെറ്റ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല സർട്ടിഫിക്കേഷൻസും നല്ല ക്വാളിറ്റിയും നല്ല സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഹെൽമെറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അനാവശ്യമായിട്ടുള്ള റൂളെന്ന് തന്നെ എനിക്ക് എടുത്തു പറയാം, ISI നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ, ISI ഹെൽമെറ്റ്സ് വേണമെന്നുള്ള രീതിയിൽ ഈ ഹെൽമെറ്റ്സിനെയൊക്കെ നിരോധിക്കുമായിരുന്നു. ഈ ഹെൽമെറ്റ്സിന് ഇപ്പോൾ ISI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ISI ഈസി ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കൊടുക്കില്ല. ടെസ്റ്റിംഗ് പ്രോസസ്സ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പം അവർ ഓർത്ത് എന്തിനാണ് ഇന്ത്യക്ക് സേഫ്റ്റി വേണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നല്ല ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈക്ക് സ്റ്റോഴ്സുകാരൊക്കെ ഈ ബൈക്ക് ഈ സെല് ചെയ്യുന്നവരൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നത് ഇല്ലീഗലായി. മേ ബി ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ ഹെൽമെറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ അത് കാരണം നമുക്ക് കുറേ നല്ല ഹെൽമെറ്റ്സുകൾ നമ്മുടെ നാട് വിട്ടു പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പം ISI ഹെൽമെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ത് ഹെൽമെറ്റ് വാങ്ങിച്ചാലും ISI ഹെൽമെറ്റാണ്. ISI അല്ലാത്ത ഏത് ഹെൽമെറ്റ്, ഇപ്പോൾ AGV പോലത്തെ ഹെൽമെറ്റ് ISI ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ വിട്ടുപോയ നാടാണ്. പക്ഷേ ISI ഇല്ലാത്ത AGV ഹെൽമെറ്റ് മോട്ടോ GPയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല.
മനസ്സിലായല്ലോ, ആ സീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പോലീസിൽ നിന്ന് സേഫ് അല്ല. പോലീസിൽ നിന്ന് സേഫ് അല്ല. അപ്പോൾ ISI ഹെൽമെറ്റ്സ് എന്താണേലും നമ്മുടെ ഉണ്ട്. ISI ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണെന്ന് കരുതി നിങ്ങൾ ISI ഹെൽമെറ്റ് മാത്രം വാങ്ങിക്കാൻ, ഞാൻ കുറ്റം പറയുമൊന്നുമല്ല, ISI പല കാര്യത്തിലും നല്ലതായിരിക്കാം. പക്ഷേ ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ ISI മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ISIനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡാണ് നമ്മുടെ DOT എന്ന് പറഞ്ഞ സേഫ്റ്റി സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഹെൽമെറ്റിൻ്റെ പുറകിൽ കണ്ടിട്ടുണ്ടാവും. അതും ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. പക്ഷേ അതും ഒരു വലിയ സർട്ടിഫിക്കേഷനായിട്ട് പറയേണ്ട ഒരു US സർട്ടിഫിക്കേഷനാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് സർട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളത് ECE സർട്ടിഫിക്കേഷനാണ്. അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. 22.05 സർട്ടിഫിക്കേഷനായിരുന്നു. ഇപ്പോൾ റൈറ്റ് നൗ 22.06 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ്സ് വാങ്ങിക്കുമ്പം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനായിട്ടുള്ള ECE 22.06 ഉള്ള ഹെൽമെറ്റ്സ് വാങ്ങിക്കാൻ നോക്കുക. 4000 റേഞ്ചിൽ മുതൽ ECE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ഉണ്ട്. ഹെൽമെറ്റ്സിൻ്റെ എങ്ങനെയൊക്കെ ECE ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ വേറെ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നെല്ലെന്ന് പറഞ്ഞ അപ്രൂവൽ ഉണ്ട്. സ്നെല്ല് പഴയ HJC CL17 എന്നൊക്കെ പറഞ്ഞ ഹെൽമെറ്റുകളിലൊക്കെ സ്നെൽ അപ്രൂവലായിരുന്നു. സ്നെല്ല് നല്ലൊരു അപ്രൂവൽ ആണ്. അത്യാവശ്യം നല്ല സേഫ്റ്റി സ്റ്റാൻഡേർഡാണ്. പിന്നെ ഇന്തോനേഷ്യൻ ബ്രാൻഡായിട്ടുള്ള ഇന്തോനേഷ്യൻ സർട്ടിഫിക്കേഷനായിട്ടുള്ള SNI അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് ഹെൽമെറ്റ് വാങ്ങിക്കുക. പിന്നെ ഹെൽമെറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് പ്രോപ്പറായിട്ടുള്ള സൈസിലുള്ള ഹെൽമെറ്റ് വാങ്ങിക്കുക. നമ്മുടെ തലയ്ക്ക് ഫിറ്റ് ആവാത്ത ഹെൽമെറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് നടക്കുന്ന സമയത്ത് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ കറക്റ്റ് സൈസും കറക്റ്റ് ഷേപ്പും ആണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡീറിങ് ലോക്ക് എന്ന് പറഞ്ഞ ലോക്കുണ്ട്. ചുമ്മാ സ്ട്രാപ്പ് ചെയ്യുന്ന ലോക്ക് അല്ലാണ്ട് ഡീറിങ് ലോക്കുണ്ട്. ആ ചുറ്റിയിടുന്ന ലോക്ക്, അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ലോക്ക്. പക്ഷേ ആ ഡീറിങ് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് ഡീറിങ് ഹെൽമെറ്റ് ചുമ്മാ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞാൽ അത് ഇടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ സാധാരണ വാങ്ങിക്കുന്നതായിരിക്കും അതിനേക്കാളും ബെറ്റർ. എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് ഇടുമ്പോൾ നമ്മൾ ഇത് ഇടണം. ഒരു ഇമ്പാക്റ്റിൽ അത് ഇട്ടില്ലെങ്കിൽ ഹെൽമെറ്റ് ആയിരിക്കും ആദ്യം തെറിച്ചു പോകുന്നത്. പല ആക്സിഡൻസിലും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇടിച്ച് കഴിയുമ്പോൾ ഹെൽമെറ്റ് ആയിരിക്കും ആദ്യം തെറിച്ചു പോകുന്നത്. അപ്പം അതാണ് എപ്പോഴും ഹെൽമെറ്റ് വാങ്ങിക്കുമ്പം നല്ല ഹെൽമെറ്റ് വാങ്ങിക്കുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, പ്രോപ്പർ സൈസ് ഉള്ളത് എടുക്കുക. നമ്മൾ ബൈക്സിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ പുതിയ എമേർജിങ് ബൈക്ക് ട്രെൻഡ്സിനെ പറ്റി പറഞ്ഞു, ബൈക്സിനെ പറ്റി പറഞ്ഞു, സേഫ്റ്റിയെ പറ്റി പറഞ്ഞു. നമ്മളിനി ബ്രോ അല്ലെങ്കിൽ യാസിൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ്, ഒരു യൂട്ടേൺ അല്ല, ഒരു ഡൈവേഴ്സ് നമ്മൾ എടുക്കുകയാണ്, ഒരു ഡിറ്റൂർ ചെയ്യുകയാണ്. EVs. യാസിൻ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് EV യൂസറാണ്. എന്തുകൊണ്ട് ഒരു EV എടുത്തു, എന്തായിരുന്നു എൻ്റെ കാര്യം, എങ്ങനെയായിരുന്നു പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ ഒക്കെ റെസ്പോൺസ് ടു യു ഡ്രൈവിംഗ് EV? സോ റോങ്. അപ്പോൾ ഇത് സംഭവം ഞാൻ EV എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് 9th സ്റ്റാൻഡേർഡ് മുതൽ EV ഉണ്ട്. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. എൻ്റെ പേര് സിനിക് എന്നാണ് അതിൻ്റെ പേര്. ആ സമയത്ത് ബൈക്സ് അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഇതിലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിനോട് എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. അന്ന് മുതലേ ഫ്യൂൽ അടിക്കണ്ടല്ലോ, അങ്ങനെ ഓടിച്ച് നടക്കാമല്ലോ, സ്മൂത്താണ്, അങ്ങനത്തെ ഒരു രീതിയിൽ വീട്ടിൽ കുത്തിയിടുക, ഓടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്നേ ഉണ്ട്. പിന്നെ ഈ ഇവിടെ നെക്സോൺ EV ഉണ്ടായിരുന്നു. നെക്സോൺ EVയുടെ റേറ്റ് ആ ടൈമിൽ എനിക്ക് നോക്കുമ്പോൾ 16 lakhs 15 lakhs ഒക്കെ അറൗണ്ട് വരുന്നത് കൊണ്ട് അത്രയും നമുക്ക് കൈവെക്കണ്ട എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ? ഫസ്റ്റ് ഇതായിരുന്നു EV അതായിരുന്നു എന്ന് തോന്നുന്നു. ടാറ്റ കുറേ EV വന്നിട്ടുള്ളത് പ്രേവേ അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ കാറ് പോലെ ഫീൽ ചെയ്ത് ടാറ്റ എന്നുള്ള ബ്രാൻഡ് പോലെ ഇത് ഇറക്കുമ്പോൾ വെറീറ്റോ ഒക്കെ ഉണ്ട്. EV വന്നിട്ടുണ്ട്, ടിഗോറും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ടിഗോറിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ നെക്സോൺ എനിക്ക് കുറച്ച് നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ആ പ്രൈസ് കാരണം എടുത്തില്ല. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റേ ടിയാഗോ EV ഇറങ്ങുമ്പോൾ എനിക്ക് മിസ്സായിട്ട് ചിലപ്പോൾ ടിഗോറോ ടിയാഗോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് വന്നത് നെക്സോൺ ആയിരുന്നു. ഈ ടിഗോറും നെക്സോണോ വന്നത്. അത് ടിയാഗോ അത് കഴിഞ്ഞിട്ട ശേഷം വന്നത്. അപ്പം ടിയാഗോ വന്ന സമയത്ത് ഇങ്ങനെ വണ്ടി ഇറങ്ങി ഇങ്ങനെ ഇത്രയും 315 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ, ഇവിടുന്ന് എവിടെയൊക്കെ പോകാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നമുക്ക് ആദ്യം റിസ്ക് നമുക്ക് തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഇടയ്ക്ക് വരണം വല്ലപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് 10-30 കിലോമീറ്ററുള്ള ഡ്രൈവ്. അങ്ങനെ അവർക്ക് വേണ്ടിയായിരുന്നു. അവർക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനാണ് അവരെ സജസ്റ്റ് ചെയ്ത് ടിയാഗോ EVയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അവർ ടിയാഗോ EV വാങ്ങിച്ചു. ഇപ്പം എനിക്ക് എൻ്റെ ഇപ്പോഴും ഉണ്ടാവും വണ്ടി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഹാരിയറായിരുന്നു. അപ്പോൾ ഹാരിയർ ഈ രണ്ടും ടാറ്റയൊക്കെ ആയി. അപ്പോൾ ഈ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനുവൽ ഹാരിയറാണ്. ഇത് ഓടിച്ചപ്പോൾ ഓട്ടോമാറ്റിക് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഇൻസ്റ്റൻറ്റ് ടോർക്ക് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ പൈസ കയ്യിൽ നിന്ന് മുടക്കില്ല എന്നുള്ളത്. കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ പാലക്കാട്
മറ്റേ എനിക്ക് പാലക്കാട് പോയി തിരിച്ചു വരുമ്പോൾ 10,000-3,000 രൂപയുടെ ഡീസൽ അടിക്കണം. ഇത് പോയി വരുമ്പോൾ പൈസയൊന്നുമില്ല, ഒന്ന് ചാർജ് ചെയ്താൽ മതി. ഇടയ്ക്ക് നമ്മുടെ ഗോയ്സയുടെ പാലക്കാടുള്ളതിൽ ഞാൻ ചാർജ് ചെയ്യും, 10-200 രൂപ കൊടുക്കുക, ചാർജ് ചെയ്യുക, തിരിച്ചു വരിക, വീട്ടിൽ കുത്തിയിടുക. വീട്ടിലാണെങ്കിൽ സോളാറുമാണ്. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കൈൻഡ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി എങ്ങനെ പോലും ഒരു 100 കിലോമീറ്റർ ഓട്ടം ഈ എറണാകുളം സിറ്റി അങ്ങോട്ട് കിടന്ന് ഓടേണ്ട ആവശ്യം വന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇതൊരെണ്ണം എടുത്താലോ. എന്താണേലും ഹാരിയർ ഉണ്ട്, ഹാരിയർ അത് അവിടെ കിടന്നോട്ടെ, വലിയ വണ്ടിയാണ്. അപ്പോൾ അത് ഈ സിറ്റിയിൽ ഓടിക്കാനും പാടാണ്. ലോങ് ഒക്കെ പോകാൻ വേണ്ടി ബാംഗ്ലൂരൊക്കെ പോകേണ്ട ആവശ്യം വരും, ഹൈദരാബാദ് പോകേണ്ട ആവശ്യം വരും, കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഹാരിയർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ ഓട്ടങ്ങൾക്ക് ടിയാഗോ തന്നെ എടുക്കാം. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്, പാർക്ക് ചെയ്യാനും എളുപ്പമാണ്, പൈസ കൊടുക്കണ്ട, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കൊടുക്കണ്ട. അങ്ങനെ ഓടിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ടിയാഗോ EV ബുക്ക് ചെയ്ത് ടിയാഗോ എടുത്താണ്. പക്ഷേ എൻ്റെ ലൈക്ക് ഫോളോവേഴ്സൊന്നും അങ്ങനെ അത്ര ടോക്സിക് അല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ അധികം ആൾക്കാരെന്ന് പറഞ്ഞില്ല. ചില ആൾക്കാർ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് അടിക്കും, ഇത് നഷ്ടമാണ്, ഇതിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ എത്ര രൂപ നഷ്ടമാണ്, നല്ല ഡിസിഷൻ അല്ല എന്നൊക്കെ പല ആൾക്കാർ. വീട്ടിലൊക്കെ എല്ലാവരും ഒക്കെ ആയിരുന്നു? വീട്ടിൽ എൻ്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞ സീനായിരുന്നു. ബാറ്ററി വണ്ടിയൊക്കെ ആരെടുക്കും എന്നുള്ള മൂടായിരുന്നു. ബാറ്ററി വണ്ടി അപ്പോൾ ബാറ്ററി വണ്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാറ്ററി വണ്ടിയൊക്കെ ആരെടുക്കും എന്നുള്ള ആ സീനായിരുന്നു. അങ്ങനെ ആ ഒരു സിനാരിയോയിൽ നിന്ന് ആ വണ്ടി ഇങ്ങനെ എടുത്തു. അതിപ്പോൾ ഓൾമോസ്റ്റ് 50,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അങ്ങനെ 2 കൊല്ലം ആയിട്ടില്ല, അതിപ്പം 1.5 കൊല്ലമായിട്ടുള്ളൂ. 1.5 കൊല്ലത്തിൽ 50,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ആൻഡ് ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് ദ കാർ. സത്യത്തിൽ എല്ലാവരും ഓടിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഇപ്പം ഞാൻ ആ വണ്ടി ഓടിക്കുന്നില്ല. സപ്പോസ് എൻ്റെ ഫാദറായിരുന്നു, ഇപ്പോൾ എൻ്റെ ഫാദറാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു വലിയ ബാറ്ററി വണ്ടി വിളിച്ചോണ്ടിരുന്നത് പുള്ളിയാണ് ബാറ്ററി വണ്ടി എന്ന് വിളിച്ചത്. പുള്ളിക്ക് സ്വിഫ്റ്റാണ്, മാനുവൽ ഡീസൽ DDIS എഞ്ചിൻ. അപ്പോൾ പുള്ളിയുടെ വണ്ടി അതായിരുന്നു. പുള്ളി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി അത് യൂസ് ചെയ്ത് തൊടത്തില്ല, ഓട്ടോമാറ്റിക് ഓടിക്കാൻ അറിയില്ല, അതൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇടിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പുള്ളി ഉപയോഗിക്കില്ല. അപ്പോൾ ഒരു ദിവസം പുള്ളിയുടെ വണ്ടി സർവീസ് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ഓടിച്ച് നോക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പുള്ളി ഓടിച്ച് 2 ദിവസം പുള്ളി കൊടുത്താൽ. അപ്പോൾ 3-ാമത്തെ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വിഫ്റ്റ് നമുക്ക് കൊടുക്കാം, ഇത് ഞാൻ യൂസ് ചെയ്യാം, നീ വേണമെങ്കിൽ വേറെ വണ്ടി എടുത്തോളായിരുന്നു. അങ്ങനെയാണ് ഞാൻ വേറെ വണ്ടിയിലേക്ക് എത്തി കുറച്ച് നാളിന് ശേഷം കർവ് എടുക്കുന്നത്. അപ്പം വേറെ വണ്ടിയിലേക്ക് എത്തുമെന്ന് പറയുമ്പം ഏതൊക്കെയായിരുന്നു ഓപ്ഷൻസ്? എങ്ങനെയാണ് കർവിലേക്ക് എത്തിയത്? സത്യത്തിൽ ഞാൻ ഈ ടിയാഗോ EV എടുത്തതിന് ശേഷം എനിക്ക് ഒരു മറ്റേ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ വണ്ടി ബാംഗ്ലൂർ പോവാ, ഇതെല്ലാം ഹാരിയർ കൊണ്ട് പോവാന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഹാരിയർ എടുത്തത്, ഹാരിയർ ഒരു 42,000 കിലോമീറ്റേഴ്സ് എടുത്തതിന് ശേഷം ആണ് ഞാൻ ടിയാഗോ EV എടുക്കുന്നത്. ടിയാഗോ EV 42,000 കിലോമീറ്റേഴ്സ് ആകുമ്പോഴും ഹാരിയർ 45,000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തതിന് ശേഷം ഞാൻ മറ്റേത് ഉപയോഗിക്കൽ കുറഞ്ഞ്. എനിക്ക് നല്ല വണ്ടിയാണ്, എനിക്ക് ഹാരിയർ ഓടിക്കാനൊക്കെ ഇഷ്ടമാണ്, ഹൈവേ പോകാൻ കൺവീനിയൻ്റ് ആണ്, ഇങ്ങനെ ചാർജ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തിൽ. പക്ഷേ നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഒന്ന് ഇത് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ചെറിയ വണ്ടി ആയതുകൊണ്ട് ഓടിക്കാൻ കംഫർട്ടബിളാണ്. ഇൻസ്റ്റൻറ്റ് ടോർക്കുള്ളതുകൊണ്ട് ഗിയറൊന്നും ഉണ്ടാവും ചെയ്യേണ്ട ആവശ്യമില്ല, കാല് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പോർട്സ് മോഡൊന്നും തിരിച്ചാൽ മതി, വണ്ടി ഓവർടേക്ക് ചെയ്ത് പൊക്കോളും. പിന്നെ പൈസയുടെ കാര്യം ഒരു ഇമ്പോർട്ടൻ്റ്. ഞാനൊരു ബാംഗ്ലൂർ പോയി തിരിച്ചു വരുമ്പോൾ ഒരു 10,000 റുപ്പീസ് 12,000 റുപ്പീസ് ഫ്യൂൽ അടിക്കേണ്ടത് ഇതൊരു 2,000 റുപ്പീസിൽ തീരുകയും ചെയ്യും. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത്, എനിക്കങ്ങനെ അധികം ആൾക്കാരുണ്ടാവില്ല പോകുമ്പോൾ. ഒന്നെങ്കിൽ ഒരാൾ സൈഡിൽ കോ പാസഞ്ചർ ഉണ്ടാവും, അങ്ങനെയാണ് പോയി വരുന്നത്. അപ്പം ഞാനൊരു ലാഭം എന്നുള്ള രീതിയിൽ തന്നെ ടിയാഗോയിൽ പിന്നെ ഈ ബാംഗ്ലൂർ പോലും കൊടൈക്കനാൽ പോലും ഊട്ടി പോലും ഒക്കെ ആയി തുടങ്ങിയ പിന്നെ ഹാരിയർ യൂസ് ചെയ്യൽ കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫാദർ വേറെ നീ വണ്ടി എടുത്തോന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്നത് പഞ്ചായിരുന്നു. പഞ്ച് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു. പഞ്ച് EV പ്ലാറ്റ്ഫോം തന്നെയാണ്. പഞ്ച് EV പ്ലാറ്റ്ഫോം തന്നെയാണ്. പഞ്ച് EV ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അത്യാവശ്യം എല്ലാ ഫീച്ചറും ഉണ്ട് പഞ്ചിലും. അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റമാണ്, നല്ല ഇൻറ്റീരിയർ കാര്യങ്ങൾ. എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ ബൂട്ട് ഭയങ്കര സ്ഥലമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം തോന്നി. അല്ല സോറി, ബൂട്ട് സ്ഥലമില്ല, വീലില്ല. ഏതാ 5th സ്പെയർ വീലില്ല. സ്പെയർ വീലില്ല, അത് ടിയാഗോയ്ക്കില്ല. അപ്പം അതും സത്യത്തിൽ കൺസേൺഡ് അല്ല, വണ്ടി ചെറുതാണ്, അങ്ങനത്തെ കൺസേൺഡ് അല്ല. അപ്പം ടിയാഗോ എടുത്തപ്പം ബെറ്റർ ഓപ്ഷൻ പഞ്ചായിരുന്നു. ടിയാഗോനെ വീണ്ടും വാങ്ങിക്കണ്ടല്ലോ, പഞ്ച് വാങ്ങിക്കാം. പഞ്ച് അത്യാവശ്യം കുഴപ്പമില്ല, 15 lakhs സംതിങ്ങിന് പഞ്ച് ഉണ്ടായിരുന്നു. 15.50 lakhs കണ്ട് പഞ്ച് ഫുൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെടുക്കാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പം ഞാൻ റേഞ്ച് നോക്കുമ്പോഴും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ടിയാഗോ 315 പറഞ്ഞിട്ട് 315 കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 200 ഒക്കെയാണ് കിട്ടുന്നത്. ഇത് ഞാൻ നോക്കുമ്പോൾ ഒരു 230, 250 ആ റേഞ്ചിൽ 50 കിലോമീറ്റേഴ്സിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. കൺസിഡറബിൾ അപ്ഗ്രേഡ് ഒന്നുമില്ല. കൺസിഡറബിൾ അപ്ഗ്രേഡ് ഒന്നും പറയാനില്ല. പക്ഷേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓർത്തുന്ന നെക്സോൺ EV നോക്കാം. നെക്സോൺ EV നോക്കാമെന്ന് ഓർത്ത് ഞാൻ നോക്കുമ്പോൾ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം അല്ല, അത് വേറൊരു പ്ലാറ്റ്ഫോമാണ്.
പിന്നെ അതിൻ്റെ അടിയിൽ വയേഴ്സും ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടപ്പം കുറച്ചും കൂടെ ബെറ്റർ കാർ ആ പ്രൈസ് റേഞ്ചിൽ ഈ MG ZSEV നോക്കിയപ്പോൾ ഭയങ്കര വിലയായിരുന്നു. MG ZSEV ഇറങ്ങിയ സമയത്ത് 27 സംതിങ് ആയിരുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് അന്ന് ഷോറൂമിൽ എൻക്വയറി ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് ഒരു X8 Pro എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. ബേസ് മോഡലും ഉണ്ടായിരുന്നു, പിന്നെ അതിന് മുകളിലുള്ള വേരിയൻ്റാണ് X8 Pro എന്ന് പറഞ്ഞ വേരിയൻറ്റ്. അത് 21.50 lakhs ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്തു. അത് ബുക്ക് ചെയ്ത് ബ്ലാക്ക് വണ്ടിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ കിട്ടാൻ അത് 3 മാസം ഡിലേ എൻ്റെ അടുത്ത് പറഞ്ഞു. പഞ്ചിനൊരു 2 മാസം ഡിലേ തീരുമാനിക്കാനെടുത്തു. അതിന് ശേഷം 3 മാസം ഡിലേ നമ്മുടെ X8 Proനും. അത് X8 Pro ഇസ് ആക്ച്വലി ഒരു പ്രൂവൺ കാറാണ്. MG നല്ല പവർ ഉണ്ട്, അത്യാവശ്യം റേഞ്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു 330 കിലോമീറ്റേഴ്സ് ഒക്കെ 350 റേഞ്ചിൽ കിട്ടാം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു 130 കിലോമീറ്റേഴ്സ് 150 കിലോമീറ്റേഴ്സ് ഇൻക്രീസ് ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. പിന്നെ അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയി ബാംഗ്ലൂരൊക്കെ പോവാം, സീനില്ല. പക്ഷേ ദർ ആർ സം കൈൻഡ്സ് ഓഫ് ഫീച്ചേഴ്സ് മിസ്സിങ് ആയിരുന്നു എന്ന് തോന്നി. 21.50 lakhs കൊടുത്തെടുക്കുന്ന വണ്ടിയിൽ ഒരു 360 ക്യാമറയോ അല്ലെങ്കിൽ മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സീറ്റ്സോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ORVM പോലും നമ്മൾ കൈവച്ച് അടയ്ക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കുറച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ORVM ഒക്കെ നമുക്ക് പുറത്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അടപ്പിക്കുന്നത് ചെയ്യാം. പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ട് റിസ്ക് ആണ്. ഞാൻ പിന്നെ ഓർത്ത് ആരറിയാൻ, നമ്മൾ തന്നെ പതുക്കെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് അടച്ചാൽ മതി, ആരും അറിയില്ല എന്നുള്ള മോഡിൽ എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കേവിൻ്റെ ലോഞ്ചിന് വേണ്ടി ചെല്ലുന്നതും. കേവ് നോക്കിയപ്പം ഈ സെയിം പ്രൈസിന് തന്നെ കേവ് ഉണ്ട്. സെയിം പ്രൈസിന് കേവ് എടുക്കുമ്പോൾ ഭയങ്കര ഫീച്ചേഴ്സ് വന്നു. വെൻറ്റിലേറ്റഡ് സീറ്റ്, പിന്നെ മറ്റേ 360 ക്യാമറ, വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, യൂട്യൂബ് കാണാം നിർത്തിയിടുമ്പോൾ, അങ്ങനെ യൂട്യൂബ് കാണാം, അങ്ങനത്തെ സംഭവങ്ങൾ. യൂട്യൂബൊക്കെ വെറുതെ പറയാം, ആരും കാണാനൊന്നും പോകണില്ല, എന്നാലും പറയാം. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഡിസൈൻ, കൂപ്പേ ഡിസൈൻ. അപ്പോൾ ഞാൻ ഓർത്ത് റിസ്ക് ആണ്. ടാറ്റ ഇപ്പോൾ 2 ടാറ്റ ഓൾറെഡി ഉണ്ട്, മൂന്നാമതൊരു ടാറ്റ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യത്തിൽ ടാറ്റ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല, ടാറ്റ മറ്റേ നാഷണലിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ എങ്ങനെ സപ്പോസ് ഇതിൻ്റെ ഇടയിലേക്ക് പെടുന്നു, അല്ലെ, എനിക്കങ്ങനെ നാഷണലിസ്റ്റ് തോട്ടില്ല എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രൗഡാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. പക്ഷേ നമ്മൾ പൈസ കൊടുത്തെടുക്കുന്ന വണ്ടിയല്ല, അത് ചൈനീസ് ആണെങ്കിലും എന്താണെങ്കിലും എന്താ നല്ല വണ്ടി ആയിരിക്കണമെന്ന്. അങ്ങനെ അവസാനം നമ്മൾ ടാറ്റയിലേക്ക് എത്തുന്നത് പുതിയൊരു SUV കൂപ്പേ എന്നുള്ള ആ ഡിസൈൻ. പിന്നെ ഡിസൈൻ വാസ് ഓക്കെ, കാരണം ആർക്കും പെട്ടെന്ന് വർക്കാവത്തൊന്നുമില്ല, പക്ഷേ നമ്മൾ കണ്ട് വർക്കാക്കും. പിന്നെ ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടും. കുറേ ആൾക്കാർ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉള്ളിലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്താണ്. പിന്നെ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം പ്രൈസിങ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50,000 rupees എക്സ്ട്രാ വരുന്നുള്ളൂ. പക്ഷേ അതിന് ഫാസ്റ്റ് ചാർജറും എല്ലാ സാധനങ്ങളും എല്ലാം കിട്ടുമായിരുന്നു. 7.4 ചാർജറും പിന്നെ റേഞ്ച് ആണെങ്കിൽ ഒരു 100 കിലോമീറ്റേഴ്സ് വീണ്ടും കൂടി 400+ കിട്ടും തോന്നുന്നല്ലേ. എനിക്ക് ഏറ്റവും മാക്സിമം കിട്ടിയിരിക്കുന്ന 530 കിലോമീറ്റേഴ്സ്. അതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്ലോ ത്രോട്ടിൽ ഓടിച്ച് കഴിയുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി. അപ്പോൾ ലോങ് സ്റ്റേ ഇപ്പം 8,000 കിലോമീറ്റർ അടുത്തായി. ബാംഗ്ലൂർ ടു കൊച്ചി ഒറ്റ സ്ട്രെച്ചിൽ വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓടിക്കണം. കൊച്ചി ടു ബാംഗ്ലൂർ പറ്റണമെന്നില്ല, കുറച്ച് കയറ്റമൊക്കെ ഉണ്ട്. പക്ഷേ ബാംഗ്ലൂർ ടു കൊച്ചി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ പിടിക്കാൻ പറ്റും. പക്ഷേ അത് കുറച്ച് നോക്കി ഓടിക്കണം. അല്ലെങ്കിൽ കാല് കൊടുത്ത് ചവിട്ടി പൊളിക്കുക. പാലക്കാടുണ്ട്, സേലമൊക്കെ എത്തുമ്പോൾ ഒന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ പോയെന്ന് വെച്ചാൽ കാലൊക്കെ നല്ല രീതിയിൽ ചവിട്ടി പൊളിച്ച് 140, 150, 130 പോയിട്ട് മറ്റേ ഇത് 60 കിലോവാട്ട് ഒരു സപ്പോർട്ട് ചെയ്യാം, അതുകൊണ്ട് പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ചാർജ് ചെയ്തിട്ട് അങ്ങനെ ബാംഗ്ലൂർ പിടിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയോടെ ബാംഗ്ലൂരാണോ ഏറ്റവും ലോങ് പോയിട്ടുള്ളത്? ഇല്ല, ധനുഷ്കോടി പോയി ഞാൻ, കർവ് കൊണ്ട് ധനുഷ്കോടി പോയി, കൊടൈക്കനാൽ പോയി, മൂന്നാർ. പ്രോപ്പർ ലോങ് പോകുന്നുണ്ട്. എനിക്കിപ്പോൾ ആ വണ്ടിയിൽ ലോങ് കാസർഗോഡ് പോയി, ഗോവ പോയി. അതുകൊണ്ട് ഗോവ പോയി. ഈ ചാർജിങ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ടോ? അത് ഇപ്പോഴും ഞാൻ കേൾക്കുന്ന കാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചർ വളർന്നിട്ടില്ല. അത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അത് മേ ബി അവരിപ്പം ഒരു പെട്രോൾ കാർ, IC കാർ ഉള്ള ആൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്ന്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം എവിടെയൊക്കെ ഉള്ളതെന്ന്. പിന്നെ ആപ്സ് അതേപോലെ ഉണ്ട്. എനിക്കങ്ങനെ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് എവിടെ വേണമെങ്കിലും വണ്ടി പറഞ്ഞു, എനിക്ക് എവിടെ വേണമെങ്കിലും ഇത് വെച്ച് പോകാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും പറഞ്ഞാലും. ലാസ്റ്റ് പോഡ്കാസ്റ്റ് JD ആയിട്ടായിരുന്നു. JD സെയിം കാര്യമാണ്. എവിടെ വേണമെങ്കിലും പോകാം. നോർത്ത് ഇന്ത്യൻ എനിക്ക് അറിയില്ല, അത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും ഈ വണ്ടിയായിട്ട് പോകുന്നുണ്ട്. ചാർജേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ വർക്കിംഗ് ആണോ പ്രോപ്പർ ആണോ എന്ന് എനിക്ക് അറിയില്ല. അത് പോയി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതായത് പോയി തന്നെ
നോക്കാം എന്നുള്ള ഉടനെ ട്രിപ്പ് വരുന്നുണ്ട് കർവിൽ ഫുള്ള് കേവിൽ എന്താണേലും മണാലി പിടിക്കാന്നുള്ള പ്ലാനിലാണ്. ഇപ്പം അടുത്ത ആഴ്ച പോകാന്നാണ് നിന്നത്. റൂട്ടൊക്കെ ഫിക്സ് റൂട്ട് ഇപ്പം ഫിക്സ് ആക്കിയേക്കെന്ന് പറഞ്ഞാൽ നേരെ ബാംഗ്ലൂരിൽ നിന്ന് ചാർജ് ചെയ്യുക. ഇടയിൽ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഹൈദരാബാദിൽ നിന്ന് നേരെ നാഗ്പൂർ നിന്ന് ആഗ്ര, ഒരു സിക്സ് ആഗ് അടിക്കുമല്ലേ. ആഗ്രയിൽ നിന്ന് നേരെ ചണ്ഡീഗറിൽ നിന്ന് നേരെ ഹിമാലയാസ് പോവുക, അത് മണാലിയൊക്കെ പോവുക, തിരിച്ചു വരിക, ചണ്ഡീഗർ തന്നെ വരിക. അല്ലെങ്കിൽ മണാലിയിൽ നിന്ന് ചിലപ്പോൾ ഷിംല എടുത്തിട്ട് തിരിച്ചു വരും. എന്നിട്ട് മറ്റേ കാശ്മീർ ഷിംല റൂട്ട് ഭയങ്കര നല്ല രസമായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ഉദയ്പൂർ, ജയ്പൂർ വഴിയൊക്കെ രാജസ്ഥാൻ, അഹമ്മദാബാദൊക്കെ കയറി ഗോവ വഴി തിരിച്ചു വരാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു നൈസ്. ഞാൻ നോക്കിയപ്പോൾ ഇപ്പം ഞാൻ ചാർജസ് നോക്കിയപ്പോൾ നമ്മുടെ ഗോയിസിലെ ചാർജസ് ഉണ്ട് ആഗ്ര സൈഡിൽ, അവിടെ ഇവിടെ, പിന്നെ ബാക്കി ഭാഗത്തോട്ടുണ്ട്, കാശ്മീരിലുണ്ട്, ചണ്ഡീഗറിലുണ്ട്. അങ്ങനെ അപ്പം അതെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെ ചാർജ് ചെയ്തിട്ട് വരാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈസി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഈ 500 കിലോമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു 350 കിലോമീറ്റേഴ്സ് റേഞ്ചിലാണ് ഇട്ടേക്കുന്നത്. അപ്പം അത് അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് പോയി വരാം എന്നുള്ള പ്ലാനിലാണ്. ഇപ്പം നോക്കിയിട്ട് എനിക്ക് അത്ര വലിയൊരു ടൈറ്റായിട്ടോ അല്ലെങ്കിൽ റേഞ്ച് ആൻസൈറ്റി വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് അത്രയും റേഞ്ച് ആൻസൈറ്റി ഇല്ല, കുറച്ച് ഓക്കെയാണ്. അതിന് വ്യത്യാസം ഇപ്പോൾ ആ വണ്ടി എടുത്ത് ആദ്യം ഉണ്ടായിരുന്ന റേഞ്ച് ആൻസൈറ്റിയിൽ നിന്ന് ഇപ്പം അതിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? നല്ലപോലെ ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ ഇപ്പോഴും എവിടെയെങ്കിലും ആ ഒരു റേഞ്ച് ആൻസൈറ്റി എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ടോ? അതോ കംപ്ലീറ്റ് റേഞ്ച് ആൻസൈറ്റി ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് റേഞ്ച് ആൻസൈറ്റി ഇല്ല. ഓക്കെ. പക്ഷെ കുറച്ച് ആൾക്കാർ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് റേഞ്ച് ആൻസൈറ്റി ചിലപ്പം വരാം. ടിയാഗോയിൽ പോകുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഫാമിലിയൊക്കെയായിട്ട് പോകുമ്പം ലോഡ് കൂടുമ്പം കുറച്ച് എൻ്റെ ചെറിയ ബാറ്ററി പാക്കല്ല. ഈ വണ്ടിയിൽ എനിക്ക് അങ്ങനെ അത്ര ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിലൊരു 10% തന്നെ ഒരു 50 കിലോമീറ്ററൊക്കെ ഓടുന്നുണ്ട്. നമ്മൾ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ 50 കിലോമീറ്റേഴ്സ് ഓടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എവിടെയും 50 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ചാർജർ ഇല്ലാത്ത സ്ഥലം ചിലപ്പം മൂന്നാർ സൈഡിലൊക്കെ ചിലപ്പോൾ കുറവായിരിക്കുമെങ്കിലും ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഒന്നുമില്ല, മൂന്നാറിന് ഇറങ്ങിയെങ്കിലും വരാം. അങ്ങനെ ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കോളും, അത്ര ടാസ്ക് ഇല്ല. ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ചാർജർ ഇല്ലാത്ത സ്ഥലമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് എറണാകുളം പാലക്കാട് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓരോ 10 കിലോമീറ്ററിലും ചാർജർ ഉണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ യാസിൻ ഓക്കെ ട്രാവലറാണ്. ഞാൻ ഓഫ് റോഡ് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ലോങ് പോകുന്നത് കണ്ടിട്ടുണ്ട്, EV ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് മൂന്നും ഭയങ്കര ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്. ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡും ഡിഫറെൻറ്റ് പ്രിപ്പറേഷനും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. അത് ഭയങ്കര ഈസിയാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പണ്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് കാർ ഇഷ്ടമല്ലായിരുന്നു. എന്താണ് 2 വീൽസ് സ്മൂത്ത് ടോൾ, 4 വീൽസ് പേ ദ ടോൾ എന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ കാർ ഓടിച്ച് കഴിഞ്ഞപ്പോൾ കാറ് ഭയങ്കര ഇഷ്ടമായി. കാറിൽ ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമായി, നൈറ്റൊക്കെ കാർ ഡ്രൈവ് ചെയ്യുന്ന ഇഷ്ടമായി, അതിൻ്റെ കംഫർട്ട് ഇഷ്ടമായി. അങ്ങനെ EVയിലേക്ക് അങ്ങനെ എത്തിയതാണ്. അതിന് ഇപ്പോഴും എനിക്ക് 3 ഇഷ്ടമാണ്. അപ്പം 3 ഞാൻ അതിൻ്റേതായിട്ടുള്ള സ്പേസ് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് എല്ലാ സാധനവും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതും, ഇപ്പം സമ്മൺ ഓൺ ദ ടെലിവിഷൻ നമ്മളോട് പറയുകയാണ് ഇത് ശരിയല്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് കേട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പം ഇത് 3 ഞാൻ എൻജോയ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. ബൈക്ക് ഓടിക്കുന്നതാണെങ്കിലും എൻ്റെ വേറെ കാറുകൾ ഓടിക്കുന്നതാണെങ്കിലും ഈ EV ഓടിക്കുന്നതാണെങ്കിലും. EVക്ക് ഫീലില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയേക്കുന്ന EVക്ക് അതിൻ്റേതായിട്ടുള്ള ഫീലുണ്ട്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ടോർക്കിൻ്റെ പുഷ് വേറൊരു വണ്ടിയിലും ഇവിടെ ടോർക്കിൻ്റെ പുഷ്, നമ്മളിപ്പോൾ പെട്ടെന്നൊരു സഡൻ ഓവർടേക്ക് ചെയ്യേണ്ട ഒരു കംഫർട്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഫുൾ റീജൻ 3 ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സ്പീഡിൽ നമ്മൾ ഡൗൺ ഹിൽ ഇറക്കുമ്പം ആ വണ്ടിക്ക് കിട്ടുന്നൊരു പിടുത്തവും ആ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഒക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. EV നമ്മൾ മറ്റേ IC വണ്ടി ഓടിച്ചുകൊണ്ട് റോഡിൽ പോകുമ്പം ചില EV കാണുമ്പോൾ ശരിക്കും എനിക്ക് ഈഗോ അടിക്കും. കാരണം ടിഗോറൊക്കെ ചിലപ്പോൾ ഓവർടേക്ക് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഈഗോ അടിക്കും. 1500cc 2000cc ഉള്ള വണ്ടി ഉണ്ടോ ഞാൻ പോകുന്നത്. 2000cc വണ്ടി ചിലപ്പം ഒരു സൈഡിൽ നിർത്തിയിട്ട് ഒരു സിഗ്നലിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചേരം കഴിയുമ്പോൾ അവിടെ നിൽക്കുമെങ്കിലും അത് ചിലപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ സൈഡിലേക്ക് കടയിലേക്ക് നിർത്തിയത് എൻ്റെ കഴിഞ്ഞു. അപ്പോൾ അത് എൻജോയ് ചെയ്യാം, അതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, EVs എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, EVs ലാക്ക് ഫീൽ, EVs ഡസൻറ്റ് ഹാവ് എക്സോസ്റ്റ് നോട്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ ഉള്ള വണ്ടികൾ ഏതിനാണ് എക്സോസ്റ്റ് നോട്ട് ഉള്ളത്? സ്വിഫ്റ്റിനാ? അല്ല, ഏതിനാണ് എക്സോസ്റ്റ് നോട്ട് ഉള്ളത്? അല്ലെങ്കിൽ എക്സോസ്റ്റ് വെക്കണം, അല്ലെങ്കിൽ ഉള്ളത് വൈബ്രേഷനും. ആ വണ്ടിക്കും അവരെന്നിട്ട് NVH ലെവലിന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് ബ്രാൻഡുകൾ. നോയിസ്, വൈബ്രേഷൻ, ഹാർഷ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് അവർ നടത്തുന്നത്. അങ്ങനെ പല വണ്ടികളും, പല ഹൈ എൻഡ് വണ്ടികൾ EV പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഹാപ്പിയാണ്. പക്ഷേ EVയിൽ വൈബ്രേഷൻ ഇല്ല, സൗണ്ട് ഇല്ല,
നല്ല അൾട്രാ സ്മൂത്താണ്. അൾട്രാ സ്മൂത്താണ്, അധികം ഡ്രാമയില്ല, കാല് കൊടുത്താൽ കയറിപ്പോവും. കയറി പോകുന്നില്ല, അത് ഫീലാ. വിച്ച് ആക്ച്വലി ഗുഡ് തിങ് അല്ലേ. മേ ബി എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ സ്റ്റിയറിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ദിസ് ഇസ് എ ന്യൂ ഇന്നോവേഷൻ. അത് കുറച്ച് നാൾ മുമ്പ് ഭയങ്കര ഹെയ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ ഒരു ചെറിയൊരു 2 ഇയേഴ്സിൻ്റെ ഇടയിൽ അത് നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് ദാറ്റ് വി ക്യാൻ സി. ഇപ്പം നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വി ക്യാൻ സി ഇലക്ട്രിക് കാർ. അത് ആ ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റാണ്. ബട്ട് എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് EV നമ്മുടെ ഈ എക്കോസിസ്റ്റം റീപ്ലേസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു അതർ ഫോം ഓഫ് കാർ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കത്തുള്ളൂ. എല്ലാവർക്കും ഇത് പറ്റണമെന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ അതിനുണ്ട്. പക്ഷേ ബാക്കി ഒരു CNG കാറോ അല്ലെങ്കിൽ LPG കാറോ ഒക്കെ ഇപ്പം പെട്രോളിൻ്റെ ഇടയിൽ ഡീസൽ കാർ വന്ന് പെട്രോൾ കാർ നിന്ന് പോകുന്നൊക്കെ ഒരു സമയത്ത് ചിന്തയുണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഒരു മാർക്കറ്റ് ഈ ഡീസലിൻ്റെയും ഈ മറ്റേ CNGയുടെയൊക്കെ ഇതിന് മറ്റേത് പീനട്രേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അപ്പം നമ്മൾ ഈ ഇടയ്ക്കൊരു EVയിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബ്രേക്സിനേക്കാളും കൂടുതൽ റീജനാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ ബ്രേക്കിന് പകരം റീജൻ മാറ്റി വണ്ടിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇറക്കത്തിൽ? ഹൗ ക്യൂരിയസ് ഇറ്റ് ഈസ് ലൈക്ക് ഈസി ആയിരുന്നു അങ്ങനെ ഒരു ഹാബിറ്റിലേക്ക് എത്താൻ? ഞാൻ അത്ര കൺസേൺഡ് അല്ല അതിൽ. ഞാൻ ടിയാഗോയിലൊന്നും അത് യൂസ് ചെയ്യാറില്ല. ടിയാഗോയിൽ ഇറ്റ് ഇസ് ലൈക്ക് എന്താ ഡാഷിലാണ് അത് വരുന്നത്, കൈവച്ച് മാറ്റണം. അപ്പോൾ അധികം അങ്ങനെ കൺസേൺഡ് ആവാറില്ല. എപ്പോഴും ഒന്നിലിട്ട് ഓടിക്കും, റീജൻ 1 ഓടിക്കുന്നത്. അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ റീജൻ 3 ആക്കും. ഇനി അഥവാ നമ്മളിപ്പോൾ 3 ഇറക്കം ഇറങ്ങുമ്പോൾ, മൂന്നാറിൽ നിന്നൊക്കെ ഇറക്കുമ്പോൾ ഫുൾ 3 ഇട്ടിട്ടായിരിക്കും ഇറങ്ങുന്നത്. മൂന്നാറിലേക്ക് കയറുമ്പോൾ റീജൻ ഓഫ് ചെയ്യും. വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ റീജൻ ഓഫ് ചെയ്യും. മേ ബി സ്പോർട്സ് മോഡ് ഇടും, എന്നിട്ട് കാലെടുക്കും, ആ ഫ്ലോയിൽ വണ്ടി അങ്ങ് നീങ്ങും. അതും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അത്ര കൺസേൺഡ് അല്ല. പക്ഷേ ഇപ്പം ഈ കേവ് എടുത്താൽ പിന്നെ നമുക്ക് പാഡിലാണല്ലോ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്സിൻ്റെ ഒപ്പം തന്നെ ഒന്ന് കൺസേൺഡ് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ കുറച്ച് രസമുണ്ട്. ബ്രേക്ക് കാലിൽ അപ്ലൈ ചെയ്യണ്ട, അപ്ലൈ ചെയ്യാന്നുള്ളൊരു അതൊരു രസമാണ്. ഇപ്പം നമ്മുടെ ഏത്തർ പോലുള്ള വണ്ടികൾക്ക് മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ തിരിക്കുന്നതിൻ്റെ ത്രോട്ട് തിരിച്ച് തിരിക്കുക. അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രേക്സ് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു റൈഡിങ് എക്സ്പീരിയൻസ് കൊടുക്കുക. നമ്മൾ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് പിടിക്കണ്ട, നേരെ തിരിച്ചാൽ മതി. തിരിക്കുന്ന സമയത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ബ്രേക്കായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മുടെ ബ്രേക്ക് പാഡ്സ് ഒന്നും അങ്ങനെ തീരുന്നുമില്ല, തേഞ്ഞു പോകത്തില്ല. ബ്രേക്ക് പാഡ്സിന് കുറച്ച് ലൈഫ് കിട്ടും. എനിക്ക് തോന്നുന്നു എൻ്റെ ടിയാഗോ EV ഓൾമോസ്റ്റ് 50,000 കിലോമീറ്റേഴ്സ് ആയല്ലോ. പ്രോപ്പറായിട്ട് റീജൻ ഞാൻ അധികമൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല. അത് ബ്രേക്ക് പാഡ്സ് ഇപ്പോഴും സെയിം തന്നെ നടക്കുന്നത്. 50,000 ബ്രേക്ക് പാഡ്സ് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പകുതി പോലും തീർന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. കാരണം നമുക്കെപ്പോഴും ബ്രേക്ക് പാഡ്സ് തീർന്ന് ഈ മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇപ്പം മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് പിടിക്കാറില്ല. ത്രോട്ട് കാലെടുക്കുമ്പോൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ അത്യാവശ്യത്തിൽ ഒരു സ്റ്റോപ്പിങ്ങിന് വേണ്ടി മാത്രമേ ബ്രേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബ്രേക്ക് പാഡ്സിന് അത്ര ഹീറ്റ് ആവുന്നുമില്ല. അതുകൊണ്ട് ബ്രേക്ക് പാഡ്സിന് നല്ല ലൈഫും ഉണ്ടെന്നാണ് ഫീൽ ചെയ്തേക്കുന്നത്. EVs കൊണ്ട് ഓഫ് റോഡിന് ഫ്യൂച്ചർ ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. കാരണം ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. ഇൻസ്റ്റൻറ്റ് ടോർക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയില്ല. മേ ബി ടെക്നോളജീസ് മാറാം. ഇപ്പോഴത്തുള്ള EVs കൊണ്ട് ഓഫ് റോഡ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ സ്പിന്ന് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു സ്ലഷിലൊന്നും വീൽ സ്പിന്ന് ടോർക്ക് വേണം, ഇൻസ്റ്റൻറ്റ് ടോർക്ക് അല്ല വേണ്ടത്. അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പിടിച്ച് വരുന്ന ടോർക്കാണ് വേണ്ടത്. നമ്മളിപ്പം ഒരു ചെറിയൊരു ഒബ്സ്റ്റക്കിളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ EVയിൽ ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടയർ കിടന്ന് കറങ്ങാനാണ് കൂടുതൽ ചാൻസ്. മേ ബി അതിനുള്ള ടെക്നോളജീസ് വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. റൈറ്റ് നൗ അങ്ങനെ EVs ഓഫ് റോഡ് പോകുന്ന EVs അത്ര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ഇൻ മോട്ടോർ സൈക്കിൾസ് ചിലപ്പോൾ നമ്മുടെ റിവറിൻ്റെ ചിലപ്പം പറ്റുമായിരിക്കും. കുറച്ച് കാറിൽ എനിക്ക് ഓഫ് റോഡ് ഞാൻ അധികം എനിക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തേക്കുന്നത് എങ്ങനെ തോന്നുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? ഈ ഒരു ചെളിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കിടന്ന ടയർ കുറച്ച് ഞാൻ കുറേ വീഡിയോസ് ചൈനയിലെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. BYDയുടെ ഓഫ് റോഡ് വണ്ടികൾ ഓഫ് റോഡൊക്കെ പോയിട്ട് അത്ര കേപ്പബിൾ ആവുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ബൈക്സിൽ കുറച്ചുകൂടെ ഞാൻ മറ്റേ ഏത്തറിൻ്റെ റിസ്ത ഇല്ലേ, അത് ബാംഗ്ലൂർ നമ്മുടെ ഇതിൻ്റെ ലോഞ്ചിന് ടെസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി തന്നു. പക്ഷേ ആ വണ്ടി കൊണ്ട് ഞങ്ങൾ നന്ദി ഹിൽസൊക്കെ കയറി തിരിച്ചു വന്നു. അപ്പം ഞാൻ കുറച്ച് ഓഫ് റോഡ് പാച്ചസ് ഓടിക്കാൻ നല്ല രസം തോന്നി. മേ ബി അങ്ങനെ ചുമ്മാ ചെറിയ ട്രയൽസൊക്കെ ഓടിക്കാൻ രസമുണ്ടാവും. നല്ല ഈ ഓഫ് റോഡ് ട്രാക്കിലൊക്കെ ഓടിക്കാൻ നല്ല രസമുണ്ടാവും. മേ ബി എന്താ ഒരു റേസ് പോലുള്ള. പക്ഷേ വെൻ യു കം ടു എക്സ്പ്ലോറിങ് മൗണ്ടെയ്ൻസ് എന്നുള്ള സീൻ വരുമ്പം ഐ ഡോണ്ട് നോ എത്രമാത്രം അടിപൊളിയായിരിക്കും എന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിരിക്കും എന്ന്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ റീജനൊക്കെ ഇട്ട് വരാം, ബ്രേക്സ് ഒന്നും പിടിക്കണ്ട, രസമായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ചില ഒബ്സ്റ്റക്കിൾസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അത് ആ സിറ്റുവേഷനിൽ എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ അത് എത്രമാത്രം
ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. യെസ്. ഇനിയുള്ള യാത്രകൾ എങ്ങോട്ടാണ്? ഇനി എടുക്കാൻ വന്ന വണ്ടികൾ ഏതൊക്കെയാണ്? ഇപ്പം എടുക്കാൻ സപ്പോസ് വണ്ടികൾ എടുക്കാനാണെങ്കിൽ ഇനി അതിൻ്റെ ചോദിക്കാൻ കാര്യം എന്ന് പറയുന്നത്, കർവ് എടുത്തിട്ട് ഉടനെ തന്നെ B6 ഇറങ്ങി. അപ്പോൾ ഒരുപാട് പേരുടെ ചങ്കിൽ കൊണ്ടൊരു കാര്യമാണ് അത് ഇറങ്ങിയത്. എന്താണ് തോന്നിയത്? എന്താണ് തോന്നുന്നത്? സംഭവം കേവിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഞ്ചിൽ വെയിറ്റ് ചെയ്തു, MGZS-EVയിൽ വെയിറ്റ് ചെയ്തു, അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കേവിലേക്ക് എത്തുന്നത്. കേവ് എടുക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് ഞാൻ B6 നേരിട്ട് കണ്ടിട്ടുണ്ട്. B6 ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് മഹേന്ദ്രയിൽ. അപ്പം B6 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ SUV 500 ഇലക്ട്രിക്കും ഉണ്ടായിരുന്നു. ഈ രണ്ടും ഞാൻ ചാർജിങ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ ചാർജിങ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേ ഇതിൻ്റെ 3 സ്ക്രീന്, ഇതിൻ്റെ ലുക്സ്, കാര്യങ്ങൾ, ഇൻറ്റീരിയറൊക്കെ അന്നേ കണ്ടു. SUV അതും വരുന്നു, SUV 700 അതിൻ്റെ ഇലക്ട്രിക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വണ്ടിയും കണ്ടു. അപ്പോൾ റേഞ്ചൊക്കെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു 400-450 ആ റേഞ്ച് എല്ലാം കിട്ടും. ലിഥിയം അയൺ ബാറ്ററീസാണ് വാങ്ങിച്ചേക്കുന്നത്, ജനുവരിയിൽ ഇത് ലോഞ്ച് ആവും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ നമുക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു. MGZS-EVയിൽ വാങ്ങിക്കാൻ നിന്ന ഞാനാണ്. അപ്പം കേവ് എടുത്തപ്പം ഇത് ഇറങ്ങി കണ്ടപ്പോൾ എന്തായാലും സങ്കടമാവുമല്ലോ. അങ്ങനെ ഒരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. കാരണം ആ പ്രൈസിങ് നോക്കുമ്പം 18.49 ലൈക്ക് 1.5 lakhs കേവിനേക്കാളും കൂടുതലുള്ളൂ. അപ്പം പിന്നെ നമ്മുടെ ഉള്ളിലൊരു തോട്ടുണ്ട്, വലിയ ടോപ്പ് എൻഡ് വരുമ്പം നല്ല പ്രൈസ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് എൻഡ് വരുമ്പം പ്രൈസ് ആയിരിക്കും. പിന്നെ വണ്ടി ബുക്ക് ചെയ്താൽ 1 വർഷം കഴിയും അടുത്തത് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായി, ഇതുവരെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലത്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഒന്ന് ഒരു കൊല്ലം എടുക്കുകയാണെങ്കിലും ഞാനൊരു മാസം 5000 കിലോമീറ്റർ ഓടുന്നുണ്ട്. 50,000 കിലോമീറ്റർ ആകുമ്പോൾ അത് ഭയങ്കര മേ ബി എനിക്ക് തോന്നുന്നു ഇനി അത് ഇറങ്ങി ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്നുള്ളതുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഇനി എന്താണെങ്കിലും ഇപ്പോൾ ക്രെറ്റ EV ഇറങ്ങും, മാരുതി സുസുക്കിയുടെ ഓപ്ഷൻസ് നമുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ടൊയോട്ട വരും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കോമൺ മൈൻഡ് സെറ്റാണ്, കസ്റ്റമർ മൈൻഡ് സെറ്റാണ്, ഇനി അടുത്തത് വരുമ്പോൾ എടുക്കുക, അടുത്തത് വരുമ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വേറെ വരും. അതിലോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഈ നിമിഷത്തിൽ പറയാം എന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ് ഇസ് ആക്ച്വലി നൈസ് കാറാണ് B6. ഇപ്പം പ്രൈസ് റേഞ്ച് വന്നപ്പം 28 lakhs എക്സ്ഷോറൂം, 27 lakhs എക്സ്ഷോറൂം വരുമ്പോൾ 32 lakhs. ഇപ്പം നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, സെഗ്മെന്റ് മാറി. ഇപ്പോൾ എടുക്കാനുള്ള പൈസ പോലും ഇല്ല എന്നുള്ളത് മനസ്സിലായി. അതെ, ആറ്റോത്രിയുടെ കോമ്പറ്റീഷനായി. മേ ബി ആറ്റോത്രിയായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള കേപ്പബിൾ ആണ് വണ്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്റർനാഷണലി കോമ്പീറ്റ് ചെയ്യാനുള്ള. പിന്നെ വണ്ടി ഇറങ്ങണം, ഫസ്റ്റ് ഫേസ് ആണല്ലോ, മഹേന്ദ്രയുടെ ഒരു വലിയ ബിഗ് പ്രൊജക്റ്റ് ആണല്ലോ. ഇതിനു മുമ്പ് അവർ SUV 400 ഒക്കെ ഇറക്കിയേക്കുന്ന ഒരു പേരിന് അവർ ഇറക്കിയേക്കുന്ന ഒരു വണ്ടികൾ മാത്രമാണ്, അല്ലാണ്ട് പ്രോപ്പർ അവർക്ക് എനിക്ക് തോന്നുന്നു ടാറ്റ ഇങ്ങനെ വണ്ടി ഇറക്കുന്നു, അപ്പോൾ നമുക്ക് ഒരു സെഗ്മെന്റിൽ ഒരെണ്ണം വേണം എന്നുള്ള രീതിയിൽ അവർ ഇറക്കിയതാണ്. അതും ലിഥിയം അയൺ ബാറ്ററീസ് പോലും അല്ല, അതിൻ്റെ ബാറ്ററി പാക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാറ്റേണ്ട സിറ്റുവേഷൻ. ആ വണ്ടിയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇവർ ഇങ്ങനെ ഒരു പുതിയ വണ്ടി വന്നു, ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ കേവ് എടുത്ത പ്രൈസിന് ഈ വണ്ടി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ കേട്ടോ, അത് ഉള്ള കാര്യമാണ്. പിന്നെ ഈ മഹേന്ദ്ര B6-ൻ്റെ ബേസ് മോഡൽസ് ഒന്നും നമുക്കിപ്പോൾ റൈറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഈ നമ്മുടെ SUV 700-ക്കൊക്കെ 12.50 ഒരു ബേസ് മോഡൽ ഇറക്കിയായിരുന്നു. വണ്ടി കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്നും കാണാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ താറിൻ്റെ ബേസ് മോഡൽ 12.something ഇറക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോവസ്റ്റിലൊരു വണ്ടി കാണിക്കുക, ഈ വണ്ടി ഈ പ്രൈസിന് കിട്ടുമെന്ന് കാണിക്കുക. പക്ഷേ എസ്പെഷ്യലി നമ്മളിപ്പം SUV 700 അല്ലെങ്കിൽ താറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വണ്ടി അടിപൊളിയാക്കി എടുക്കാം. അത്രയും നല്ല ആക്സസറി ടീംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിനും ഉണ്ട്. പക്ഷേ കമ്മിങ് ടു ആൻ EV നമുക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ പോയേക്കാം. ഒരു റിവേഴ്സ് ക്യാമറ പോലും സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് അവിടുത്തെ ഒരു ടാസ്ക് ഉള്ളത്. ബട്ട് എന്താണേലും ബ്രില്യൻ കാർ തന്നെയാണ്. അവരുടെ മൂവ് ഭയങ്കര മൂവ് തന്നെ, കംപ്ലീറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രൈസ് ഇച്ചിരി അവർ അറിയില്ല ബേസ് മോഡൽ എങ്ങനെ ആയിരിക്കും, അതിൻ്റെ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് പോലും അവരിപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല. അതാണ് എപ്പോഴും ഡൗട്ടാക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് ചോദിച്ചത് ഇനിയുള്ള ട്രാവൽ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഓൾ ഇന്ത്യ ട്രാവലിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ബൈക്കിലിപ്പോൾ അടുത്ത ആഴ്ച നോർത്ത് ഈസ്റ്റ് പോകുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഒപ്പമാണ് പോകുന്നത്.
അടുത്ത ആഴ്ച ഈ ഓൾ ഇന്ത്യ പോകാൻ വേണ്ടി എന്നാണ്. അങ്ങനെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം അത് മിസ്സാക്കണ്ട. റോയൽ എൻഫീൽഡ് ഹിമാലയൻ തന്നെ. അപ്പോൾ റോയൽ എൻഫീൽഡായിട്ട് ഒരു 13 days ട്രിപ്പാണ് നോർത്ത് ഈസ്റ്റ്. അതിപ്പം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഈ ഓൾ ഇന്ത്യ അടിക്കുക. ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് അടിക്കായിരിക്കും അല്ലേ? ഫെബ്രുവരി 3rd ഫെബ്രുവരി 4th സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു 1 month അടിക്കുമോ കാര്യം കാണുമല്ലോ. അത് ദർ ഇസ് നോ പ്ലാൻ. കാരണം അതങ്ങ് പോകാന്നുള്ള മൂഡ് തന്നെ. കുറച്ചൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുക. വണ്ടിയിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് മറ്റേ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഇൻഡക്ഷൻ സ്റ്റവ് ഒക്കെ ആയിട്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ ഉണ്ടാക്കുക. കുക്ക് എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സെറ്റ് ചെയ്ത് കുറച്ച് ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ഡെക്കാത്ലോണിലായിട്ടൊക്കെ കുറച്ച് കൊളാബറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പം അതൊക്കെ റൂംസ് അധികം എടുക്കുന്നില്ല. സിറ്റുവേഷൻസിൽ മാത്രമേ റൂംസ് എടുക്കുന്നുള്ളൂ. പിന്നെ മറ്റേ വാഷ്റൂമൊക്കെ നമുക്ക് ലുലു മാളിൽ യൂസ് ചെയ്യാൻ നിർത്തി. നിങ്ങളുടെ ഗോയിച്ചിട്ട് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോവുക. അങ്ങനെ ആ ഒരു മൂഡിൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തൊന്ന് കറങ്ങി വരിക. അപ്പം ഡേയ്സ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. റിലാക്സ്ഡ് ആയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നമ്മൾ ഇനീഷ്യലി ഈ താഴെ ഹൈദരാബാദ്, ആഗ്ര അങ്ങനെയൊന്നും അധികം നിൽക്കുന്നില്ല. കൂടുതലും മണാലിയിലും ഷിംലയിലും കാശ്മീരും ഈ ഉദയ്പൂർ, ജയ്പൂറൊക്കെ ഗോവയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള പ്ലാനാണ്. അതുപോലെ ഇപ്പം ഒരുപാട് ആളുകൾ ബൈക്കിനെ പറ്റിയും ബൈക്ക് ഓടിക്കുന്നതിനെ പറ്റിയും ഓഫ് റോഡിനെ പറ്റിയൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ റോങ് ഇൻഫ്ലുവൻസിനെ പറ്റി അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ പറയാൻ? നമ്മുടെ സോഷ്യൽ മീഡിയ കൾച്ചറൊക്കെ കുറേയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഒരു ക്യാമറ സെറ്റ് ചെയ്യുക. ഗോപ്രോ ഒക്കെ നിരോധിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു പോലീസുകാരുടെ ഇത് പിടിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഗോപ്രോ നിരോധിച്ചത്. ഈ ഗോപ്രോ വെച്ചിട്ട് റോഡിൽ കിടന്ന് റേസ് ചെയ്യുക, ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കുക. ക്ലോസ് കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നല്ല സംഭവമാണെന്നുള്ളൊരു ഒരു സമയത്തുണ്ടായിരുന്നു. ക്ലോസ് കോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ റൈഡറാണെന്ന് പറയുന്ന ഒരു ജനറേഷൻ നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെയൊക്കെ ഓടിച്ചിട്ടുണ്ട്, ഓടിക്കാത്ത ആളൊന്നുമല്ല. എന്നാലും നമുക്കൊരു ടൈം കഴിയുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി വരുമല്ലോ. അങ്ങനെ റോങ് കൾച്ചറിൽ നിന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് MVD സ്ട്രിക്റ്റാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കുന്നുണ്ട്. എന്നാലും സ്റ്റിൽ ഇറ്റ് ഇസ് ഹാപ്പനിങ്. നമ്പർ പ്ലേറ്റൊക്കെ ഊരിയിട്ട് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബസ്സിൻ്റെ മുമ്പിലൊക്കെ പോകുന്നതാണ്. അങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. മെച്യൂർ ആയിട്ടുള്ള കുറേയൊക്കെ ബൈക്ക് ഓടിക്കുന്നില്ല കേട്ടോ, അതും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ജെൻസീസ് ഒന്നും അധികം ബൈക്സിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒരു ബസ്സൊക്കെ പിടിച്ചാൽ പോകുന്നതാണ് എനിക്ക് വന്നത്. ഈ പറയുമ്പോൾ ചോദിക്കാവുന്നതാ, MVD വാട്ട്സ് MVD സീൻ നൗ? മോഡിഫിക്കേഷനിൽ നിന്ന് മോഡിഫിക്കേഷനിലേക്ക് ഉള്ള വിവാദങ്ങൾക്ക് ശേഷം MVD ഇപ്പോൾ എവിടെ നിൽക്കുന്നു? എന്നെ ഇതുവരെ MVD പിടിച്ചിട്ടില്ല. ഞാൻ ഈ മോഡിഫൈഡ് വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇനി ഇത് കണ്ടുപിടിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ MVD ഇതുവരെ പിടിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മുടെ റൈഡിങ് ടൈം അതായതുകൊണ്ടായിരിക്കാം ഞാൻ സാറ്റർഡേ സൺഡേസ് റൈഡ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഭയങ്കര ക്രൗഡായിരിക്കും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, നല്ല റഷായിരിക്കും, ഒന്നും പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സാറ്റർഡേ സൺഡേസ് പോകാത്തത് കൊണ്ട് ഇത് MVD എന്ന് രക്ഷപ്പെടാനുള്ള ടോപ്പിക് അല്ല. എന്നാലും ഞാൻ അങ്ങനെ പോകാത്തതുകൊണ്ട് MVD എന്നെ അങ്ങനെ അധികം പിടിച്ചിട്ടില്ല. പിടിക്കുന്ന സമയത്ത് ഫൈൻ മറ്റേ ഈ AI ക്യാമറയൊക്കെ പിടിക്കാറുണ്ട് ഇടയ്ക്ക്. AI ക്യാമറ അല്ല, ഞാൻ മറ്റേ പാർക്ക് ചെയ്തിട്ടൊക്കെ ഫോൺ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നോ പാർക്കിങ്ങിന് അങ്ങനെ അത് വെറുതെ എനിക്ക് നമ്മളോട് പറഞ്ഞാൽ മതിയില്ല, അപ്പുറത്തോട്ട് മാറ്റി നിർത്തി നമ്മൾ ഇടില്ലേ. സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയുടെ ഫ്രണ്ട് നിർത്തി ഞാൻ ഫോൺ എടുത്ത് എന്തോ ഇത് നോക്കുന്നതിൻ്റെ ഇടയിൽ ഇവരൊന്ന് ഫോട്ടോ എടുത്തോണ്ട് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പോയി കഴിഞ്ഞാൽ വേണം പിന്നെ എനിക്ക് ഫൈനാണെന്ന് മനസ്സിലായത്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് MVD സ്ട്രിക്റ്റ് ആവുന്നത് ചില കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റ് ആവുന്നത് ഭയങ്കര മോശമാണ്. ഈ കൂൾ ഫിലിം കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുവിധം മാറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ സ്പീഡിൽ പോകുന്നതും ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നതും കുറച്ചൊക്കെ ഒരു ശതമാനം വരെ ഓക്കെയാണ്. കാരണം നമ്മുടെ കേരള MVD ലൈക്ക് ഡൂയിങ് ഗുഡ് എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ആവശ്യമുള്ള കാര്യത്തിനൊക്കെയാണ് ഫൈൻ അടിക്കുന്നത്, ഈ എക്സോസ്റ്റ് ഇതൊക്കെ. എന്നാലും കുറച്ചൊക്കെ അവർക്ക് കണ്ണടച്ചാൽ നല്ലതായിരിക്കും റൈഡേഴ്സ് എന്നുള്ള ഇടയ്ക്ക് തോന്നാറുണ്ട്. താങ്ക് യു യാസിൻ, ഇറ്റ് വാസ് വെരി നൈസ്. താങ്ക് യു ഫോർ ദ ടൈം.